ശബരിമലയിലായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിന്റെ രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങേറിയതെങ്കിൽ ഇപ്പോഴത് പേരാമ്പ്രയിലേക്ക് മാറിയിരിക്കുകയാണ്. ഷാഫി പറമ്പിലിനെ പോലീസ് മർദ്ദിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 2 ചെറിയ സർജറികൾ കഴിഞ്ഞു എന്ന മെഡിക്കൽ ബുള്ളറ്റിനും പുറത്തു വന്നിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കാനുള്ള സർക്കാരിന്റെ തന്ത്രമാണ് ഇതെന്ന് ആരോപിക്കുന്നു ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഷാഫിയുടെ ചോര മണ്ണിൽ വീണിട്ടുണ്ടെങ്കിൽ പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുന്നു പ്രതിപക്ഷ നേതാവ്. ഇതിനിടെ സാമൂഹിക മാധ്യമങ്ങളിൽ ഷാഫിയുടേത് കേവലം ഷോഫിയാണ് എന്ന ആക്ഷേപം ഉന്നയിക്കുന്നു CPM അണികൾ. ഒരു സന്ദർഭത്തിൽ എത്തിപ്പെട്ടാൽ അത് നേരിടാനുള്ള ഊർജമുണ്ടാകണം എന്ന് ഉപദേശിക്കുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. യഥാർത്ഥത്തിൽ പേരാമ്പ്രയിൽ നടക്കുന്നത് എന്താണ്? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മുടെ അതിഥികളായി കോൺഗ്രസ് വക്താവ് രാജു P നായർ, DYFI നേതാവ് AK ഷാനിബ്, മാധ്യമപ്രവർത്തകൻ NP ചേക്കുട്ടി എന്നിവർ. ആദ്യം ഷാനിബിലേക്ക്. ഷാനിബ്, പേരാമ്പ്രയിൽ ഷാഫിയെ പോലീസ് മർദ്ദനമേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോഴും ഇന്ന് രാവിലെയും CPM അണികൾ പറയുന്നത് കേവലം ഷോയാണ്, സതീശൻ കഞ്ഞിക്കുഴി കളിക്കുകയാണ്, അത് ആപ്പെക്സ് അൾട്ടിമയുടെ പെയിന്റ് ആണ് എന്നൊക്കെയാണ്. എങ്ങനെയാണ് അത്ര ഇൻസെൻസിറ്റീവായിട്ട് ഇതിനോട് പ്രതികരിക്കാൻ തോന്നുക CPM കാർ? CPM അണികൾ എന്ന് കൃത്യമായിട്ട് പറഞ്ഞതുകൊണ്ട് അത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് പറഞ്ഞത് നമുക്ക് കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും അങ്ങനത്തെ ഉള്ള ട്രോളുകളൊക്കെ ഉണ്ടാവാറുണ്ട്. കാതലായ വിഷയം എന്ന് പറയുന്നത് അവിടെ ഇത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാര്യമെന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ ഒരു സംഘർഷമുണ്ടാക്കാനുള്ള സ്വാഭാവികമായിട്ടും ഒരു ശ്രമം നടത്തുന്നു എന്നുള്ളതാണ്. ഈ പറയുന്ന സ്ഥലത്ത് പേരാമ്പ്രയിൽ എന്താണ് പ്രശ്നം? യഥാർത്ഥ പ്രശ്നം എന്താണ്? നിങ്ങൾ തന്നെ പറഞ്ഞു, ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ UDF ഒരു സമരത്തിലാണ്. അവർ അതുമായി ബന്ധപ്പെട്ട പുതിയ സമരങ്ങളൊക്കെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ പേരാമ്പ്രയിൽ ഉണ്ടായ സംഭവം, അവിടെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ തെരഞ്ഞെടുപ്പിൽ പേരാമ്പ്ര CKG കോളേജിൽ SFI വലിയ വിജയം നേടുകയും ആ വിജയത്തിൻ്റെ ആഹ്ലാദ പ്രകടനം ഉണ്ടായി. ഏതാനും ചില സീറ്റിൽ അവിടെ MSFും KSUവും കൂടി മത്സരിച്ച് അവരും ഏതാനും സീറ്റിൽ വിജയിച്ചിട്ടുണ്ട്. അവരുടെ ഒരു പ്രകടനം ഉണ്ടായി. അങ്ങനെ വിജയിച്ച SFIക്കാരുടെ പ്രകടനവും ഈ പറയുന്ന UDSFിൻ്റെ പ്രകടനവും ആ പ്രകടനത്തിനിടയിൽ പോലീസുകാർക്കെതിരെയുള്ള വലിയ സംഘർഷം ഉണ്ടായി. പ്രവർത്തകർ ഭാഗമായി നടത്തുന്ന ഒരു പ്രകടനക്കാർ പോലീസിനെ ആക്രമിക്കുകയായിരുന്നു. അല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. ഒരു പ്രകടനമുണ്ടായി. ആ പ്രകടനം അനിയന്ത്രിതമായി പോവുകയും റോഡ് ഉപരോധിക്കുകയും ഉണ്ടായെന്ന സാഹചര്യത്തിൽ പോലീസ് ഇടപെട്ടു. അതിനെ തുടർന്ന് പിറ്റേ ദിവസമാണ് ഒരു ഹർത്താൽ എന്ന നിലയിൽ UDFിൻ്റെ ഹർത്താൽ ഉണ്ടാകുന്നത്. ഈ ഹർത്താലിനിടയിൽ എന്തിനാണ് പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയത്? പഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയത്തിലായിരുന്നോ ഈ പ്രതിഷേധം ഉണ്ടായത്? ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിന് അദ്ദേഹത്തിൻ്റെ റൂമിൽ കയറി അദ്ദേഹത്തെ ആക്രമിക്കാനുള്ള ലൈസൻസ് ഇവർക്ക് ആർക്കാണ് കൊടുത്തത്? അത്തരം സംഭവങ്ങൾ നിരന്തരം ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കുകയും ആ സംഘർഷങ്ങളിൽ നിന്ന് ഇപ്പോൾ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പറയാണ് ഷാഫി പറമ്പിലിൻ്റെ ഇമേജ് വർദ്ധിച്ചു. ഷാഫി പറമ്പിൽ കേരളത്തിൽ അറിയപ്പെടുന്നൊരു കൂടുതൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പിന്തുണയേറി എന്നൊക്കെ ഇത് കൃത്യമായി പ്ലാൻ ചെയ്തതുപോലെ ആസൂത്രണം ചെയ്തതുപോലെ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ വാർത്തകൾ വരികയാണ്. അദ്ദേഹത്തിൻ്റെ പിന്തുണ വർദ്ധിക്കുന്നു, അദ്ദേഹത്തിൻ്റെ സ്വാധീനം വർദ്ധിക്കുന്നു എന്ന നിലയിൽ. അപ്പോൾ ഈ പറയുന്ന ഷാഫി പറമ്പിലിനെ ആക്രമിച്ചു എന്ന് പറയുന്ന വിഷ്വലുകൾ ഒന്നും കുറേ പോലീസുകാർ, നമ്മൾ പോലീസിൻ്റെ ആക്രമണങ്ങളൊക്കെ കണ്ടിട്ടുള്ള ആളുകളാണ്, ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. ഞാനും ഈ സമരത്തിൻ്റെ ഭാഗമായി പോലീസ് അതിക്രമങ്ങളിലൊക്കെ പെട്ടിട്ടുള്ള ആളുകളാണ്. അവിടെ അത്തരത്തിലുള്ള അക്രമം ഞാൻ കണ്ടില്ല. ഒരു പോലീസുകാരൻ ഇങ്ങനെ ഒരുപാട് UDF ക്ലാരിറ്റി വേണമെങ്കിൽ അതൊന്ന് പ്ലേ ചെയ്യാം. പാലക്കാട് ബ്യൂറോയിലാണെന്ന് കരുതുന്നു. ആ TV കാണാൻ പറ്റും. ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കൂ. അല്ല, ആ വിഷ്വലിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആ വിഷ്വൽ നിങ്ങൾ കാണിച്ച വിഷ്വലിനെ കുറിച്ചാണ്. എനിക്കതിപ്പോൾ കാണാൻ കഴിയില്ല. നിങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന വിഷ്വലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഷാഫി പറമ്പിലിന് പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടി കൂടിയാണ് അവിടെ എന്താണ് സംഭവിച്ചത് പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടിയാണ് ഷാനിബ് കണ്ടിട്ടുണ്ടാവും. പ്രേക്ഷകർക്കൊന്ന് കാണാൻ വേണ്ടിയാണ്. കാണട്ടെ തീർച്ചയായിട്ടും പ്രേക്ഷകർ അത് കാണണം. ഷാഫി പറമ്പിലിന് പരിക്കേറ്റു എന്ന് പറയുന്ന അക്രമം നടന്നു എന്ന് പറയുന്ന ആ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അവിടെ വലിയ സംഘർഷ സാധ്യത ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആ സംഘർഷ സാധ്യത എന്ന് പറയുന്നത് പോലീസിനിടയിൽ ഒരു ബാരിക്കേഡ് പോലുമില്ല.
പോലീസിലും പ്രവർത്തകർക്കും ഇടയിൽ ഒരു ബാരിക്കേഡ് പോലും ഇല്ലാതെ പോലീസിനെ തള്ളി പിന്നിലേക്ക് മാറ്റാനുള്ള തീവ്ര ശ്രമം നടക്കുകയാണ്. പോലീസും പറയുന്ന പ്രതിഷേധക്കാരും തമ്മിലുള്ള ഒരു വലിയ സംഘർഷത്തിലേക്ക് പോകുമ്പോൾ അതിനിടയിൽ നിന്ന് ഒരു പോലീസുകാരൻ ലാത്തി കുറച്ചധികം ദൂരെ നിന്നുകൊണ്ട് സംഘർഷം പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുള്ളതാണ് എന്നാണ് ഷാനിബ് പറയുന്നത്. അവിടുത്തെ സംഘർഷാവസ്ഥ പോലീസും കോൺഗ്രസ് പ്രവർത്തകരും മാത്രമുണ്ടായ സംഘർഷമാണോ? അവിടെ LDF പ്രവർത്തകരില്ലേ? അവിടെ ഈ സംഭവത്തിൽ നടക്കുന്ന സംഭവത്തിനിടയിൽ LDF പ്രവർത്തകരില്ല. LDF വളരെ കൃത്യമായി മുൻകൂട്ടി പ്രഖ്യാപിച്ച സമരവും ആ സമരത്തിന്റെ ഭാഗമായി പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇത് കടന്ന് അവർ ആ സമരം അവസാനിപ്പിച്ചു പോവുകയും ചെയ്തതിന് ശേഷം പ്രവർത്തകർ കാത്തിരിക്കുകയാണ്. ഷാഫി പറമ്പിൽ വരാനുണ്ടെന്ന് പറഞ്ഞ് ഷാഫി പറമ്പിലിനെ കാത്തിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പൊ ഷാഫി പറമ്പിലിന് പരിക്ക് പറ്റി. സ്വാഭാവികമായി സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിൽ പോലീസ് പ്രവർത്തകർക്ക് നേരെ അക്രമം നടത്തിയതിന്റെ ഭാഗമായി ഷാഫി പറമ്പിൽ വന്ന് സമാധാനിപ്പിച്ചു. ഇതാണല്ലോ ഇവർ പിന്നെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഷാഫി പറമ്പിനല്ലാതെ വേറെ ഏതെങ്കിലും UDF പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ടോ? ആരെങ്കിലും ആശുപത്രിയിലുണ്ടോ? ഷാഫി പറമ്പിൽ വന്നതിന് ശേഷമാണ് അക്രമം ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് സംഘർഷ സാധ്യത മൂർച്ഛിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയും UDF ചാർജ് ഉണ്ടാവുകയും ഷാഫി വന്നതിന് ശേഷമാണ് ഈ അക്രമം ഉണ്ടാവുന്നത് ഷാനിബ് തന്നെ സമ്മതിക്കുന്നു. എങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അതായത് പോലീസും നിങ്ങൾ തന്നെ വാദിക്കുന്നത് പോലെ കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷമാണെന്ന് പറയുന്നു. ആ സംഘർഷം പരിഹരിക്കാൻ വേണ്ടി ഷാഫി ഇടപെടുമ്പോൾ ഷാഫിക്ക് മർദ്ദനമേൽക്കുന്നു, ഷാഫിയുടെ മൂക്ക് പൊട്ടുന്നു. ഇതാണ് സംഭവം. അപ്പൊ അവിടെ പ്രശ്നം ഉണ്ടാക്കിയതാരാ? പോലീസല്ലേ? ഷാഫിക്ക് മർദ്ദനമേൽറ്റിട്ടുണ്ടോ? ഷാഫിയെ പോലീസുകാർ മർദ്ദിക്കുന്നുണ്ടോ? ഷാഫിയുടെ തലയ്ക്ക് ലാത്തി വെച്ച് അടിക്കുന്നത് കാണാൻ പറ്റും. അതിന് എത്ര ഇല്ലാന്ന് പറഞ്ഞാൽ ആ വിഷയമുള്ളതാണ്. ഒരു പോലീസുകാരനെ ഏന്തി വലിഞ്ഞാണ് അടിക്കുന്നത്. അത് കാണാവുന്നതാണ്. അതിൽ ഈ പോലീസുകാരന് ഈ പറയുന്ന നിങ്ങൾ പറയുന്നത് അവിടെ എന്ത് സംഭവിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ പറയുന്നത് അവിടെ ഒരു സംഘർഷ സാധ്യത ഇല്ലാതിരിക്കെ UDF പ്രവർത്തകർ മണിക്കൂറുകളോളം അവിടെ സംഘടിച്ചു നിൽക്കുകയും LDF പ്രവർത്തകർ അവരുടെ പ്രതിഷേധത്തിന് ശേഷം അവർ മടങ്ങിപ്പോവുകയും ചെയ്തതിന് ശേഷം ഇവർ LDFുമായി ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ച സംഘർഷം പോലീസുമായി ഉണ്ടാക്കുകയാണ്. LDF പ്രവർത്തകർ അവിടെ കൃത്യമായി സംയമനം പാലിക്കുകയും അവർ മടങ്ങിപ്പോയതിനു ശേഷം പോലീസുമായി ഉന്തും തള്ളുണ്ടാവുകയാണ്. ആ ഉന്തും തള്ളിലേക്ക് ഷാഫി പറമ്പിൽ വരികയാണ്. ഞാൻ ചോദിക്കുന്നത്, അതിന് മുമ്പ് അവിടെ സംഘർഷമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു UDF പ്രവർത്തകനെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ? അതിന് മറുപടി പറയണ്ടേ? അങ്ങനെ മർദ്ദനം ഉണ്ടായി, സംഘർഷം ഉണ്ടായി, ആ സംഘർഷത്തിലേക്ക് വന്ന് സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് പറന്നു ഷാനിബ് എന്താണ് പറയുന്നത്? അതായത് കോൺഗ്രസ്സുകാർ തന്നെ ഷാഫിയുടെ മൂക്കിടിച്ച് പൊട്ടിച്ചു, അങ്ങനെയാണോ പറയുന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, പോലീസിന്റെ ലാത്തി അടിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ കാണിക്കുന്ന ആ വിഷ്വലിൽ ഒരാളെ മർദ്ദിക്കുന്നു എന്ന നിലയിലല്ല. അവിടെ സംഘർഷം പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാകുന്നു. അത് മിനിറ്റുകളോളം നീണ്ടു നിൽക്കുന്നു. പോലീസിനെ തള്ളി പുറകോട്ട് മാറ്റാനുള്ള തരത്തിലേക്ക് ആ സംഘർഷം മുന്നോട്ട് പോകുന്നു. അതെന്തിനായിരുന്നു? അവിടെ ഏതെങ്കിലും തരത്തിൽ ലാത്തി ചാർജ് ഉണ്ടായിട്ടില്ല, പോലീസ് ആക്ഷൻ ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിനാണ് പോലീസിന് നേരെ ഇവർ സംഘർഷം ഉണ്ടാക്കിയത്? ഒരാൾക്കെങ്കിലും പരിക്ക് പറ്റിയിട്ടില്ല. പരിക്ക് പറ്റുന്നത് ഈ ഉന്തും തള്ളിനു ശേഷമാണ്. എന്തായിരുന്നു ആ ഉന്തും തള്ളിന്റെ? നമ്മൾ ആ ദൃശ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഷാനിബ് പറയുന്ന ആ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ ഈ വിഷ്വൽ കാണാൻ ശ്രമിച്ചു. ഒരു ഉന്തിലും തള്ളിലും അറിയാതെ എങ്ങാനും ആ ലാത്തി അയാളെ മൂക്കിക്കൊണ്ടു, അങ്ങനെയല്ല, ഒരാൾ ഏന്തി വലിഞ്ഞ് അടിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അല്ല, നോക്കൂ, ഞാൻ ചോദിക്കുന്നത് ആ ഉന്തും തള്ളിന്റെ കാരണം എന്താ? ഇവർ ഏതെങ്കിലും തരത്തിൽ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? എന്താണ് ആ ഉന്തും തള്ളിലേക്ക് എത്തിയ കാര്യം? എന്താ അതൊന്ന് പറയട്ടെ. പോലീസിനെ ഇവർ മർദ്ദിക്കാനും പോലീസിനെ തള്ളാനും പോലീസിനെ പിന്നിലേക്ക് മാറ്റാനും വേണ്ടി ഇന്നലെ മുതൽ നമ്മൾ കേൾക്കുന്ന നറേറ്റീവ് പല രീതിയിലാണ്. ഒന്ന് സതീശൻ കഞ്ഞിക്കുഴിമാരാണെന്ന് പറയുന്നു, മറ്റൊന്ന് അപ്പെക്സ് അൾട്ടിമ വെച്ച് പെയിന്റ് ആണ് എന്ന് പറയുന്നു. ചാറ്റ് GPT ചോദിച്ചാൽ അതിന്റെ മറുപടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. ഇന്നും SP തന്നെ പറയുന്നത് അങ്ങനെയല്ല, ഗ്രനേഡ് വീണ് പൊട്ടിയതാണ്, ഒരു DYSPക്കും പരിക്കേറ്റിട്ടുണ്ട്, അതായിരിക്കും ലാത്തി വെച്ചടിച്ചതല്ല, ഗ്രനേഡ് പൊട്ടിയായിരിക്കും പരിക്കേറ്റത്. ആ പരിക്കേറ്റു എന്നുള്ളത് സമ്മതിക്കുന്നത് ഇപ്പോൾ മെഡിക്കൽ ബുള്ളറ്റിൽ വരുന്നതിന് ശേഷമാണ്. മെഡിക്കൽ ബുള്ളറ്റിൽ 2 സർജറി നടത്തിയിട്ടുണ്ട്. ആരോ ഷാഫിയെ മർദ്ദിച്ചു, ദൃശ്യങ്ങളിൽ കാണുന്നത് പോലീസ് തല്ലുന്നതാണ്. നിങ്ങളുടെ വേർഷൻ എന്താണെന്ന് വെച്ചാൽ അതിന് ശേഷമാണ്, ഈ പോലീസ് ആക്ഷന് ശേഷമാണ് പരിക്കേറ്റത്. അതിനർത്ഥം കോൺഗ്രസ്സുകാർ തന്നെ മൂക്കിടിച്ച് പൊട്ടിച്ചിട്ട് ഷാഫി അഡ്മിറ്റ് ചെയ്തെന്നാണ് ഷാനിബ് പറഞ്ഞു വരുന്നത്. അങ്ങനെയാണോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ കേൾക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അവിടെ ഗ്രനേഡ് പൊട്ടി എന്ന് പറയുന്ന വേർഷൻ അവിടെ ഉണ്ടല്ലോ.
പോലീസിന് പരിക്ക് പറ്റിയിട്ടുണ്ടല്ലോ, പോലീസിൻ്റെ കൈ മുറിവേറ്റതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ ലാത്തി ചാർജ് ഉണ്ടായിട്ടില്ല എന്നാണ് പോലീസ് പറഞ്ഞത്. ലാത്തി ചാർജിനുള്ള ഉത്തരവ് ഉണ്ടായിട്ടില്ല എന്നാണ് പോലീസ് പറഞ്ഞത്. ലാത്തി ചാർജിൻ്റെ ഒരു സാഹചര്യം അതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ്. അവിടെ സംഭവിച്ചത് പോലീസിന് നേരെ ഇവർ ഒരു ആൾക്കൂട്ടം UDF പ്രവർത്തകർ, അതും ആ പ്രദേശത്തുള്ള ആളുകൾ മാത്രമല്ല, പല ഭാഗത്തു നിന്നും വന്നിട്ടുള്ള UDFന് വേണ്ടി ഗുണ്ടാ പ്രവർത്തനം നടത്തുന്ന ആളുകൾ ഉൾപ്പെടെ പോലീസിനെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു, പോലീസിന് നേരെ ആക്രോശിക്കുന്നു. അതിൻ്റെ കാരണം എന്താ? പോലീസിൻ്റെ അപ്പുറത്തേക്ക് കടന്നിട്ട് ഇവർ ഏതെങ്കിലും തരത്തിലുള്ള മാർച്ച് മുമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? അവിടെ എന്തെങ്കിലും സമരം നടത്താനുള്ള പ്രഖ്യാപനം മുമ്പ് നടത്തിയിട്ടുണ്ടോ? ഇവർ പോലീസിനെ നിരന്തരം ആക്രമിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇനി അത് ആയിരിക്കാം, എങ്ങനെ ആവാം, ഏതെങ്കിലും ഒരു പ്രവർത്തകന് പോലീസ് അതിക്രമത്തിൽ പരിക്ക് പറ്റിയതിന് ശേഷം അത്തരത്തിലുള്ള പ്രതിഷേധം സ്വാഭാവികമായി ഉണ്ടാകും. അങ്ങനെ പരിക്ക് പറ്റിയതായിട്ടുള്ള ഒരു വാർത്തയും നമ്മുടെ മുമ്പിലില്ല. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ആകെ പരിക്ക് പറ്റിയിരിക്കുന്നത് ഈ പറയുന്ന ഷാഫി പറമ്പിലിന് മാത്രമാണ്. ആ പരിക്ക് പറ്റുന്ന വീഡിയോ എന്ന നിലയിൽ നിങ്ങൾ കാണിക്കുന്നത് പോലീസിന്റെ ലാത്തി അദ്ദേഹത്തിന്റെ തലയിൽ വീഴുന്നതായി നിങ്ങൾ കാണിക്കുന്നുണ്ട്. അത് ഒരു പോലീസ് മർദ്ദനം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് ഞങ്ങളൊക്കെ ഷാനിബ് അടിക്കണമെന്ന് കരുതി ഒരാൾ അടിക്കുകയാണ്. അടി കൊള്ളേണ്ടത് ഷാഫിയാണെന്ന് അയാൾക്ക് കൃത്യമായിട്ട് അയാൾ എന്തി വലിഞ്ഞാണ് അടിക്കുന്നത് ബാക്കിൽ നിന്ന്. അതിനർത്ഥം ഷാഫിയെ തല്ലാൻ വേണ്ടി ഒരു പോലീസുകാരൻ തീരുമാനിച്ചു, അടി കൊണ്ടു. അതാണ് ഉണ്ടായത്. അതൊക്കെ നിങ്ങളുടെ ഒരു വിലയിരുത്തലും നിങ്ങളുടെ കാഴ്ചപ്പാടും. ഷാനിബ് പറയാം, എന്ത് സംഭവിക്കാനാണ് സാധ്യത? ഈ പോലീസുകാരൻ വീണതാണോ ഷാഫിയുടെ മുകളിലേക്ക്? അയാളുടെ കയ്യിൽ നിന്ന് വടി വീണതാണോ, അതല്ല അയാൾ തന്നെ വീണതാണോ? എന്താ സംഭവിച്ചിരിക്കാൻ സാധ്യത? അല്ല, ഈ പോലീസുകാരനും ഷാഫിയും തൊട്ടടുത്താണോ നിൽക്കുന്നത്? അല്ല, കുറച്ച് അകലെയാണ്. അതാണ് ഞാൻ പറഞ്ഞത് എന്തി വലിഞ്ഞാണ് അടിക്കുന്നതെന്ന് പറഞ്ഞത്. അയാളുടെ ഈ പോലീസുകാരന്റെ മുമ്പിൽ ഒരു 10 or 20 ആളുകൾ പോലീസുകാരുണ്ട്, അതിനപ്പുറത്ത് UDF പ്രവർത്തകരുണ്ട്. ആ ഇതിനിടയിൽ ഒരു ഷാഫി പറമ്പിലിനെ മർദ്ദിക്കണമെന്ന് വിചാരിച്ച ഒരു പോലീസുകാരൻ അടിച്ചു എന്ന് നിങ്ങൾ എങ്ങനെയാ പറയുന്നത്? അല്ല, ഞാൻ കണ്ട കാര്യം വേറെ എന്ത് സംഭവിച്ചു ഷാനിബ് പറയുന്നത്. ഏതായാലും ഷാഫിക്ക് പരിക്കേറ്റിട്ടുണ്ട്, അത് എങ്ങനെ സംഭവിച്ചു എന്നാണ് ഷാനിബിന്റെ വാദം. അതാണ് ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യം കുറച്ചുകൂടി ബെറ്റർ ക്വസ്റ്റ്യൻ ആണ്. ഷാഫിക്ക് പരിക്കേറ്റിട്ടുണ്ട്. സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ, സമരങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഉന്തിലും തള്ളിലും അല്ലെങ്കിൽ ലാത്തി ചാർജിലും ഗ്രനേഡ് ആക്രമണത്തിലും ഒക്കെ പരിക്ക് പറ്റാറുണ്ട്. അവിടെ ഉണ്ടായിട്ടുള്ളത് ഉന്തും തള്ളുമാണ്. പോലീസും ഈ പ്രവർത്തകരും തമ്മിലുള്ള വലിയ സംഘർഷത്തിലേക്ക് പോകാൻ കഴിയുന്ന തരത്തിലുള്ള ഉന്തും തള്ളും ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു പരിക്ക് പറ്റുമ്പോൾ ആ പരിക്ക് പറ്റിയതാണോ വലിയ? നിങ്ങൾ സമരത്തിന്റെ കോസ് എന്താണ്? നിങ്ങളുടെ മുദ്രാവാക്യം എന്താ? ഷാഫി പറമ്പിലിന് പരിക്ക് പറ്റുന്നത് വരെ ആ സമരത്തിന്റെ കോസ് എന്തായിരുന്നു? അത് പറയൂ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ പോലീസുകാരെ നിങ്ങൾ തള്ളി പുറകോട്ട് മാറ്റാൻ? അതിനു മുമ്പ് നടന്ന പോലീസ് അതിക്രമത്തിനെതിരെയുള്ള പ്രൊട്ടസ്റ്റ് ആയിരുന്നു. അവിടെയാണ് പോലീസ് അതിക്രമത്തിൽ പരിക്ക് പറ്റിയ ഒരാളുടെ പേര് പറയൂ, UDFന്റെ. ശരി, നമുക്ക് രാജു പി നായർ. ഒരു UDF പ്രവർത്തകന്റെ പേര് അന്ന് പോലീസ്. ഈ സംഘർഷത്തിൽ ഷാഫിക്ക് മാത്രമാണ് പരിക്ക് പറ്റിയതെന്ന് ഷാനിബ് പറയുന്നു. അത് നടന്ന ഒരു ഉന്തും തള്ളും മാത്രമാണ്. ആ ഉന്തും തള്ളിൽ പരിക്ക് പറ്റി, അല്ലാതെ പോലീസ് അദ്ദേഹത്തെ മർദ്ദിച്ചിട്ടില്ല, മറ്റാർക്കും പരിക്ക് ഏറ്റിട്ടില്ല എന്നാണ് ഷാനിബ് പറയുന്നത്. രാജു പി നായർ. എന്നെ സത്യത്തിൽ അജിംസെ ഈ ചർച്ചയിൽ ഞാനൊരു അധികപ്പറ്റാണ്. എൻ്റെ ആവശ്യമില്ലായിരുന്നു. ഷാനിദിനോട് 1 മണിക്കൂർ സംസാരിക്കാൻ പറഞ്ഞാൽ സാധാരണക്കാരായ മനുഷ്യർക്ക് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. 20ഓളം പോലീസുകാർ മുന്നിൽ നിൽക്കുന്നിടത്ത് നിന്നൊരു പോലീസുകാരനെ എങ്ങനെ അടിക്കുന്നു എന്ന് അദ്ദേഹം ഒരു ഘട്ടത്തിൽ ചോദിക്കുന്നു. അതിനു മുമ്പ് അദ്ദേഹം പറയുന്നു ആ ലാത്തി വന്ന് ഷാഫിയുടെ തലയിൽ കൊള്ളുന്നതിൻ്റെ വീഡിയോ ആണ് വന്നിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്ക് എന്നിട്ട് സിനിമയിൽ പറഞ്ഞ പോലെ പറയുന്നത് നല്ലതായിരിക്കും. ഒന്നിൽ ഈ ആൾ അടിച്ചിട്ടില്ല, ലാത്തി അടിച്ചിട്ടില്ല, അല്ലെങ്കിൽ ലാത്തി തലയിൽ കൊള്ളുന്ന വിഷ്വൽ പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ ഇത്രയും വ്യക്തമായിട്ട് ആൾക്കാരുടെ മുന്നിൽ വന്ന വിഷ്വലിനെ അദ്ദേഹം നിരാകരിക്കുകയും ഏതോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, ഇതുവരെ ഒരു വാർത്തയോ അല്ലെങ്കിൽ ഒരു വാർത്തയല്ല, ഒരു ചിത്രമോ ഒന്നും പുറത്തു വരാത്തൊരു പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ആ ചിത്രം ഉണ്ടെങ്കിൽ ഒന്ന് പുറത്തുകൊണ്ട് അദ്ദേഹത്തിന് പരിക്ക് പറ്റിയ ചിത്രമെങ്കിലും മതി, അടിക്കുന്ന ചിത്രമൊന്നും വേണ്ട, പരിക്ക് പറ്റിയ ചിത്രം പുറത്തു വിട്ടാൽ മതി. അല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് ചികിത്സ തേടിയിട്ടുണ്ട്. പിന്നെ രാജു പി നായർ, ആ പഞ്ചായത്ത് പ്രസിഡന്റ് ചികിത്സ തേടിയിട്ടുണ്ട്, ആക്രമിച്ചു. അതിന്റെ ചിത്രമൊന്നും പുറത്തു വന്നിട്ടില്ലല്ലോ. അതിന്റെ ഒരു ചിത്രം പുറത്തു വന്നിട്ടില്ല. അവിടെ നിൽക്കട്ടെ ജിംസേ, അതവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോൾ ആ ചിത്രമൊക്കെ നോക്കി പോയിട്ടുണ്ടോ? നിയമസഭയിൽ നടന്ന കാര്യം വീഡിയോ ഇല്ല, കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലീസും CPM അല്ലേ? രക്ഷാപ്രവർത്തനം നടത്തിയിട്ട് ആലപ്പുഴയിൽ വെച്ച് അങ്ങ് സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടിയില്ല, അങ്ങ് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല. ദയവ് ചെയ്ത് നിങ്ങൾ റോട്ടിൽ കാണിക്കുന്ന ഗുണ്ടായിസം ചർച്ചയിൽ കാണിക്കരുത്. ശരി, ആലപ്പുഴയിൽ
മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തകർ തലയടിച്ചു പൊളിച്ചു. യൂത്ത് കോൺഗ്രസുകാരുടെ തലയടിച്ചു പൊളിക്കുന്നുണ്ട്. ആ ചിത്രം ഇല്ലാന്നല്ലേ, ആ വീഡിയോ ഇല്ലാന്നല്ലേ കണ്ടത്? അജിംസൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? അങ്ങനെ ഒരു വീഡിയോ തന്നെ ഇല്ല. ഇവർ ഇപ്പോൾ ഷാഫിയുടെ തലയ്ക്ക് വന്ന് അടിച്ചിട്ടില്ല എന്ന് പറയുന്നത് നമുക്ക് ഒരു അത്ഭുതമൊന്നും തോന്നില്ല. ഇവിടെ എന്താ പ്രശ്നം? അജിംസെ, ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പോലീസുമായിട്ട് ഉന്തും തള്ളും ഉണ്ടാവുന്നു. ഒരു വലിയ സംഘർഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും പ്രവർത്തകരുണ്ടായിരുന്നു. അവർ പോലീസായിട്ട് തള്ളും. അപ്പുറത്ത് മറ്റേവരും ഉണ്ട്. പോട്ടെ, ഒരു മാർച്ചാണ്, അവിടെ തടയുന്നു പോലീസായിട്ട് ഉന്തും തള്ളും ഉണ്ടാവുന്നുള്ള സ്വാഭാവികമാണ്. അവിടെ ഉന്തും തള്ളും അല്ലാതെ ലാത്തി ചാർജ് നടന്നിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ആ പുറകിൽ നിന്നൊരു പോലീസുകാരൻ ലാത്തി കൃത്യമായി ഷാഫി പറമ്പലിനെ ലക്ഷ്യമിട്ട് ഷാഫി പറമ്പലിനെ ആക്രമിക്കുന്നത്? ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഒരു സംഘർഷ സാധ്യത അല്ലെങ്കിൽ സംഘർഷം നടക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ജനപ്രതിനിധി വരുന്നത്, കോൺഗ്രസിന് ഉന്നതനായ ഒരു നേതാവ് വരുന്നത്, സ്വാഭാവികമായിട്ടും ആ സംഘർഷത്തെ ലഘൂകരിക്കാനാണ് പറ്റുക. ഇപ്പൊ ഇന്നലെ മുതൽ നിങ്ങൾ പല സ്ഥലത്തും യൂത്ത് കോൺഗ്രസ് അതിവൈകാരികതയോടുകൂടി നടത്തുന്ന പ്രതിഷേധങ്ങൾ കണ്ടല്ലോ. അവിടെയെല്ലാം സിദ്ദിഖാട്ടെ, പ്രവീൺ കുമാർ ആവട്ടെ, KC അബു ആവട്ടെ, അവരെല്ലാം ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ശാന്തരാവാത്ത പ്രവർത്തകർ നേതാക്കന്മാരോട് തന്നെ തട്ടിക്കയറുന്ന വിഷ്വൽ നിങ്ങൾക്ക് പുറത്തു വന്നു. അപ്പോൾ രാഷ്ട്രീയത്തിലെ ഉന്നതമായ നേതൃത്വം, ജനപ്രതിനിധികൾ ഇത്തരത്തിലുള്ള സംഘർഷ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും ചെയ്തത് ആ വൈകാരികത ശാന്തമാക്കുക എന്നുള്ളതാണ്. അങ്ങനെ വൈകാരികയെ ശാന്തമാക്കണം. അവരാണ് പോലീസിന്റെ ഉന്നത നേതൃത്വമായിട്ട് ഡയലോഗിൽ പോകേണ്ടത്, ആ സമരം ഒത്തുതീർപ്പിലേക്ക് എത്തിക്കേണ്ടത്, അല്ലെങ്കിൽ സംഘർഷം ഒഴിവാക്കേണ്ടത്. അങ്ങനെ ആ ഷാഫി പറമ്പിൽ MP-യോട്, KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റാണ്, അദ്ദേഹത്തോട് സംസാരിച്ച് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം ആ ജനപ്രതിനിധിയെ നേരെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്ന പോലീസിന്റെ എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കൂ. പോലീസ് എക്സസ് അല്ലേ? ഒരു സംഘർഷ സ്ഥലത്ത് ഒരു ലാത്തി ചാർജിന്റെ ഭാഗമായിട്ടുണ്ടാവുന്നു, ഷാഫി നിലത്ത് വീഴുന്നു, പോലീസ് തല്ലുമ്പോൾ തലയിൽ കൊള്ളുന്നു, ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒരു ലാത്തി ചാർജ് നടക്കുമ്പോൾ ഒരാൾ നിലത്ത് വീഴുമ്പോൾ പോലീസ് അടിക്കുന്നു, അതൊക്കെ ഉണ്ടാവും. സമരഘട്ടത്തിൽ അതൊക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാവും. അല്ല ഒരു കല്ലേറാണ് ഉണ്ടാവുന്നതെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പുറത്ത് അതൊന്നുമില്ലാതെ പോലീസിന്റെ നിര നിന്നുകൊണ്ട് ആ പ്രവർത്തകരെ തടയുമ്പോൾ യാതൊരു പ്രകോപനം, ഉന്ത് തള്ളുവൊക്കെ ഉണ്ടാവും. അതൊന്നും വലിയ പ്രകോപനമായിട്ടൊന്നും ഇന്നത്തെ കാലത്ത് കാണാൻ കഴിയില്ല. ആ സമയത്ത് ഷാഫിയെ ലക്ഷ്യമിട്ട് തലയിൽ അടിക്കുന്ന പോലീസ് ആരാണ്? CPM-ന്റെ ക്രിമിനലുകളാണ് ആ പോലീസ്. ഞാൻ ചോദിക്കട്ടെ, ആലപ്പുഴയിൽ മേഘ എന്ന് പറയുന്ന ഒരു കുട്ടിയെ ഇതേപോലെ ഇവർ ആക്രമിച്ചില്ലേ? തലക്കടിച്ചത് ഒരു സംഘർഷവും ഇല്ലാത്ത പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴല്ലേ ആലപ്പുഴയിൽ ഈ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ നിന്നിറങ്ങി ആ സുരക്ഷാ ഉദ്യോഗസ്ഥർ തലക്കടിച്ചത് ഇല്ലേ? ഈ തെമ്മാടി ക്രിമിനൽ കൂട്ടങ്ങൾ കേരളത്തിൽ CPM-ന്റെ പോലീസായിട്ട് മാറിയിരിക്കുകയാണ്. അതാണ് സംഘർഷം ഉണ്ടാക്കുക. എന്റെ ചോദ്യം അവിടെയാണ്. നോക്കൂ, ഈ പേരാമ്പ്ര ടൗണിൽ LDF പ്രകടനം നടത്തി, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നിങ്ങൾ LDF UDF ഒരുമിച്ച് പ്രശ്നം നടത്തി, നിങ്ങൾക്കിടയിൽ പ്രശ്നമില്ല. എന്തുകൊണ്ടാണ് പോലീസുമായിട്ട് മാത്രം പ്രശ്നം? സ്വാഭാവികമാണ്. 40ഓളം വർഷമായിട്ട് അവിടെ ഇരുന്ന ആ കോളേജിൽ UDF-ന്റെ വിജയം ഉണ്ടായതോടെ, UDSF-ന്റെ വിജയം ഉണ്ടായതോടെ ആ ജയിച്ച പ്രവർത്തകരെ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ സംഘർഷമുണ്ടാക്കി CPM. അതിൽ പ്രതിഷേധിച്ച് നടന്നത്, ഞാൻ ചോദിക്കട്ടെ, പ്രതിപക്ഷ പാർട്ടികൾ പോലീസുമായിട്ട് ഏറ്റുമുട്ടും, പോലീസുമായിട്ട് സംഘർഷമുണ്ടാകും. ഒരു പ്രതിഷേധം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. പോലീസിന്റെ ഡ്യൂട്ടി എന്താ? ആ സംഘർഷം ലഘൂകരിക്കുകയും കൺട്രോളിൽ കൊണ്ടുപോയതാണ്. അതല്ലാതെ പോലീസ് തന്നെ അക്രമത്തിന് കാരണമല്ലേ കണ്ടത്? ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും കോൺഗ്രസിന്റെ പ്രവർത്തകർ പോലീസിനെതിരെ ആക്രമണം നടത്തിയോ? എന്തെങ്കിലും വടിവെച്ചടിച്ചോ? ഒരു കല്ലെറിഞ്ഞോ? ഒന്നുമില്ലല്ലോ. അവർ ഷീൽഡ് വെച്ച് വരുന്ന പ്രവർത്തകരെ തടഞ്ഞു നിർത്തുന്നു. അങ്ങനെയാണല്ലോ ഒരു മാർച്ച് വരുമ്പോൾ പോലീസ് തടയുന്നത്. അങ്ങനെയാണ്, ഷീൽഡ് വെച്ച് തടയും, അല്ലെങ്കിൽ ബാരിക്കേഡ് വെച്ച് തടയും. അങ്ങനെ ബാരിക്കേഡ് വെച്ച് തടയുമ്പോൾ സ്വാഭാവികമായിട്ടും ചില എക്സ്ചേഞ്ച് ഓഫ് വേർഡ്സോ അല്ലെങ്കിൽ തർക്കങ്ങളോ തള്ളകോ ഒക്കെ ഉണ്ടാവും. അതിനിടയ്ക്ക് ഒരു പോലീസുകാരൻ ഷാഫി പറമ്പലിനെ ലക്ഷ്യമിട്ട് അടിച്ചത് എന്തിനാണ്? അതാണ് ചോദ്യം. അത് ഉന്നതമായ നേതൃത്വം ഉൾപ്പെടെ കേരളത്തിലെ പോലീസിനകത്തെ CPM ഗുണ്ടകൾ ചെയ്യുന്നതാണ്. അവനൊക്കെ ബാഡ്ജ് ഉണ്ടോ, യഥാർത്ഥ പോലീസുകാരാണോ എന്നുകൂടി അന്വേഷിക്കണം. അത്തരത്തിലുള്ള ആക്രമണം കേരളത്തിലെ പോലീസ് ആ ആക്രമണം ഗൂഢാലോചന നടത്തി ഉണ്ടാക്കിയാണ്. ഷാഫി പറമ്പലിനെ ആക്രമിക്കുക എന്നത് മാത്രമായിരുന്നു അതിനകത്തെ ലക്ഷ്യം. ആ ഷാഫി പറമ്പലിനെ ഞാൻ ചോദിക്കട്ടെ, മറ്റ് ഒരക്രമമുണ്ട്. എന്തിനാ DYSP ലാത്തി ഉപയോഗിച്ചില്ല എന്ന് കള്ളം പറഞ്ഞത്? ലാത്തി ചാർജ് നടന്നിട്ടില്ല, ശരിയാണ്. ലാത്തി ഉപയോഗിച്ചിട്ടേ ഇല്ല എന്ന് കള്ളം പറഞ്ഞത് എന്തിനാ? ഈ വിഷയം കണ്ടപ്പോൾ അതല്ലല്ലോ.
അപ്പൊ ഡിവൈഎസ്പി അവിടെ അത്തരത്തിൽ എം പിക്ക് ഒരു പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ എന്താണ് സത്യാവസ്ഥ എന്ന് അന്വേഷിക്കണം എന്ന് പറയുന്നതിന് മുമ്പ് അവിടെ ലാത്തിച്ചാർജ് നടന്നിട്ടില്ല എന്ന് ഡിവൈഎസ്പി പറയുമ്പോൾ ഡിവൈഎസ്പിയുടെ മേലിൽ നിന്നുള്ള ഉത്തരവാണ് നടപ്പാക്കിയത്. അതാ ഒരു സംശയവും വേണ്ട. കേരളത്തിലെ സ്വർണ്ണക്കൊള്ള, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ ഈ അമ്പലം വിഴികൾക്ക് മറച്ചു വെക്കാൻ, ഈ ചർച്ചയെ വഴിമാറ്റാൻ, ഇന്ന് നമ്മളിപ്പോൾ ഷാഫി ചർച്ച കൊണ്ടിരിക്കുകയാണല്ലോ, ആ ചർച്ചയെ വഴിമാറ്റാൻ വേണ്ടി ഗൂഢാലോചന നടത്തി കേരളത്തിൽ കോൺഗ്രസിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഇവിടെ സമരങ്ങളും ആ ചർച്ചകളെ വഴിമാറ്റുക എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യമാണ് CPM നടപ്പാക്കിയത്. അതല്ലാതെ മറ്റൊന്നുമല്ല. കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പോലീസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള എക്സസ് എത്ര നാളായിട്ട് നടന്നു വരുന്നു. എന്നിട്ട് ഈ കേരളത്തിൽ ഞാൻ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ. ശരി, ഈ ആക്രമണം നടന്നു, ഒരു ജനപ്രതിനിധിയാണ്, രാഷ്ട്രീയ നേതാവാണ്, ഒരു സംഘർഷം ഉണ്ടാകുന്നു. ആ സംഘർഷത്തെ സംബന്ധിച്ച് കള്ളപ്രചരണം നടത്തുന്ന ആരൊക്കെയാ? കേരളത്തിലെ മന്ത്രിമാരല്ലേ? ഏതെങ്കിലും ഏഴാം കൂലി ഈ ഇന്റർനെറ്റിലിരിക്കുന്ന ഈ ഗുണ്ടകളാണോ, സൈബർ ഗുണ്ടകളാണോ? അല്ലല്ലോ. കേരളത്തിലെ മന്ത്രിമാരുൾപ്പെടെ MLA-മാരുൾപ്പെടെ 3 മൂക്കിന്റെ പാളം ഒടിഞ്ഞ് സർജറി കഴിഞ്ഞിടക്കുമ്പോൾ പെയിന്റും അതുപോലെ തന്നെ മഷിക്കുപ്പയും ഇട്ടിട്ടുള്ള പ്രചരണം ഉണ്ടാക്കുകയാണ്. മനുഷ്യരാണോ ഇവര്? മനുഷ്യരാണോ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ്, ശരി, രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുണ്ട്, അവിടെ ഒരു സംഘർഷം നടന്നു, ഒരു അടി ഉണ്ടായി കഴിഞ്ഞാൽ ആ അടി ഉണ്ടായ ആൾക്കാർക്ക് ഐക്യദാർഢ്യമൊന്നും വേണ്ട, അവരെ പിന്തുണയ്ക്കണ്ട. പക്ഷെ ഇത്തരത്തിൽ കള്ളപ്രചരണം നടന്നു, അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിലെ CPM-ന്റെ ഉന്നത നേതൃത്വം അറിഞ്ഞുകൊണ്ട് നടത്തുന്ന കരിയാണത്. അതുകൊണ്ടാണ് ഇവരെല്ലാം ട്രോളുകളും ഇവർ ഇത്തരത്തിൽ അതിനെ മാറ്റ്. ഷാഫി പറമ്പിൽ വടകരയിൽ ജയിച്ചു, ഇനിയെങ്കിലും ഒന്ന് അംഗീകരിക്കും ഷാനിദേ. ആ ടീച്ചറമ്മ തോറ്റതിന്റെ കലി ഇതുവരെ അടങ്ങിയിട്ടില്ല. ഷാഫിയെ വ്യക്തിഹത്യ നടത്താൻ നോക്കി ഇല്ലേ? മറ്റൊരു വിഷയം ഉണ്ടായപ്പോൾ ഷാഫിയെ വ്യക്തിഹത്യ നടത്തിയാൽ പോയി. വടകരയെ പോയി ഷാഫിയെ തടഞ്ഞില്ലേ? ഒറ്റ ദിവസം കൊണ്ട് നിർത്തേണ്ടി വന്നു. ഒരൊറ്റ ദിവസം കൊണ്ട് DYFIക്ക് തള്ളി പറയേണ്ടി വന്നു ആ സമരം ഇല്ലേ? CPM-ന് തള്ളി പറയേണ്ടി വന്നു സമരം. കേരളത്തിലെ തലയെടുപ്പോട് നിൽക്കുന്ന മതേതരവാദിയായ ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ. നിങ്ങൾ വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി പരാജയപ്പെടുത്താൻ നോക്കിയ വർഗീയവാദികൾ. ഷാനിബേ, നിങ്ങളൊക്കെ എന്ത് ചെയ്താലും ശരി, ഷാഫി പറമ്പിലെ രോമത്തിൽ തൊടാൻ നിങ്ങൾക്ക് പറ്റില്ല. അദ്ദേഹത്തിന്റെ ജനമുദ്രയെ നിങ്ങൾക്ക് ഇല്ലാതെയാക്കാൻ പറ്റില്ല. നിങ്ങളാണ് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഒരു സംശയം വേണ്ട. പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തുടർന്നോ? ഇവിടെ നോക്കൂ, ഇന്നലെ വരെ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചകളിലൊന്ന് ശബരിമലയിലെ സ്വർണ്ണപ്പാളിയാണ്. ഇന്നലെ ഒരു നിമിഷം രാജു പ്ലീസ്. ശരി, ഇന്നലെ വരെ സ്വർണ്ണപ്പാളിയാണ് പ്രധാന ചർച്ച. ഇന്നലെ വന്ന ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പറയുന്നത് എന്താണ്? ദേവസ്വം ബോർഡ് അവരുടെ തീരുമാനത്തിൽ സ്വർണ്ണപ്പാളിയല്ല ഇത് ചെമ്പുപാളിയാണെന്ന് എഴുതി വെച്ചിരിക്കുന്നു. അത് ഗുരുതരമായ പ്രശ്നമാണെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്ന അന്ന് രാത്രിയാണ് ഈ സംഘർഷം ഉണ്ടാകുന്നത്. ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഈ വിഷ്വൽസ് കണ്ടാലറിയാം, വളരെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു കടന്നാക്രമണമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. കാരണം അങ്ങനെയൊരു ഒരു ജനനേതാവ്, ഒരു പാർലമെൻറ്റ് അംഗത്തെ സ്പെസിഫിക് ആയിട്ട് തെരഞ്ഞെടുത്ത് അടിക്കാനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. അത് പോലീസിൻ്റെ ഭാഗത്തുള്ള ഒരു അമിതാധികാര പ്രയോഗമാണ്. അങ്ങനെ ഒരു അമിതാധികാര പ്രയോഗം ഒരു ആവശ്യവുമില്ലാതെ അവർ നടത്തുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ടാവും. അത് പോലീസിൻ്റെ പിന്നീടുള്ള പെരുമാറ്റത്തിൽ നിന്ന് പോലീസ് ഉന്നതരായിട്ടുള്ള ആളുകൾ അവരുടെ നിഷേധങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ കൃത്യമായിട്ട് ആസൂത്രിതമായിട്ട് നടത്തിയിരിക്കുന്ന ഒരു ആക്രമണമാണിത്. അത് രാഷ്ട്രീയമായിട്ടുള്ള ഉദ്ദേശങ്ങൾ അതിനകത്ത് ഉണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും ശബരിമല വിഷയം തേഞ്ഞു മാഞ്ഞു പോകുന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം ശബരിമലയിലെ വിഷയം കുറേ കൂടി ഡീപ്പായിട്ടുള്ള, വളരെ ദീർഘകാലത്തെ എന്താ പറയുക, പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനിടയില്ല വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ആ വിഷയം അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്ന ഇപ്പം നടക്കുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പം അതിലെ പ്രധാനപ്പെട്ട ഒരാളെ, ഒരു പ്രധാനപ്പെട്ട ഉപജാപക സംഘത്തിലെ ഒരു പ്രമാണിയെ ഇപ്പം പോലീസ് ചോദ്യം ചെയ്തതിൽ വിളിച്ചിട്ടുണ്ട്, പ്രതിയാക്കിയിട്ടുണ്ട്. പക്ഷെ അതിന് പിന്നിലുള്ള വളരെ വളരെ ശക്തരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. കാരണം ശബരിമല ക്ഷേത്രം പോലൊരു സംഗതി ഒരു പോറ്റിക്ക് വന്ന് കൊള്ള ചെയ്യാൻ കഴിയില്ല. ആ കൊള്ളയ്ക്ക് പിന്നിൽ അതിശക്തരായിട്ടുള്ള വളരെ സ്വാധീനമുള്ള വിഭാഗങ്ങളുടെ എന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല. അപ്പോൾ ആ വിഷയങ്ങളിലേക്ക് കേരളത്തിന് ശ്രദ്ധ തീർച്ചയായും നാളെയും മറ്റന്നാളുമായിട്ടുള്ള ദിവസങ്ങൾ പോകും. പക്ഷെ ആഫീനെ ആക്രമിച്ചുകൊണ്ട് മാത്രം പരിഹരിക്കാവുന്ന ഒരു വിഷയമല്ല ശബരിമല എന്നുള്ളത് അവർ മനസ്സിലാക്കി. രണ്ടാമത്തെ ഒരു വിഷയം കൂടി ഞാൻ പറയാം. ഈ ഷാഫിയെ ആക്രമിച്ചത് വഴി നമ്മൾ കേരളത്തിൽ, പ്രത്യേകിച്ച് മലബാറിലൊക്കെ രാഷ്ട്രീയത്തിന് ചരിത്രം പറയുന്ന ആളുകൾക്കറിയാം, ഇത്തരം സംഭവങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മനസ്സിൽ ഇന്നും ഓർക്കുന്നൊരു പടം ഞാൻ പറയാം, ഒരു സംഗതി ഞാൻ പറയാം. 70കളുടെ തുടക്കത്തിൽ 74-ലോ 75-ലോ ഈ കോഴിക്കോട് പാളയത്ത് വെച്ചിട്ട് കേളുവേട്ടൻ എന്ന് പറയുന്ന ഒരു പ്രമുഖനായിട്ടുള്ള രാഷ്ട്രീയ നേതാവിനെ
അദ്ദേഹം ആ കാലത്ത് ഒരു സാധാരണ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണ്, പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ്, അതല്ലാണ്ട് വലിയ പോളിറ്റ് ബ്യൂറോ ഒന്നും ആയിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തെ പാളയത്ത് വെച്ച് പോലീസ് അടിച്ച ഒരു സീൻ ഉണ്ടായിരുന്നില്ല. ആ സീൻ ഇന്ന് ഈ 40-50 വർഷത്തിന് ശേഷവും ഈ മലയാളികളായിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം. അപ്പം ആ തരത്തിൽ അതുണ്ടാക്കിയ എന്താ പറയുക ഒരു വൈകാരികത, അതുണ്ടാക്കിയ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ആഘാതം അത്ര വലുതായിരുന്നു എന്നുള്ളതാണ്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിലുള്ള ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളായിരുന്ന കാലത്ത് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കിടയിൽ അതുണ്ടാക്കിയ ആഘാതം വളരെ. അപ്പോൾ ആ നിലയിലുള്ള രാഷ്ട്രീയ നേതാക്കളെ, ബഹുജന നേതാക്കളെ പോലീസ് ബോധപൂർവം അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, അതിൻ്റെ അലയടികൾ ദീർഘകാലത്തേക്ക് ആ പാർട്ടിയെയും ആ പ്രസ്ഥാനത്തെയും പോലീസിനെയും അതിന് പേരിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ ശക്തികളെയും ബാധിക്കും എന്ന് ഇന്ന് അധികാരത്തിലിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതാണ്. അതിൻ്റെ നേട്ടങ്ങൾ പിന്നെ 70-ൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിട്ടിയിട്ടുണ്ട്. കാരണം അവരുടെ നേതാവിൻ്റെ തലവണ്ട് പൊട്ടിച്ചപ്പോൾ അതിൻ്റെ നേട്ടങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയൊരു ജനകീയ അംഗീകാരം വാങ്ങിച്ചു കൊടുത്തത്. ഇന്ന് അതേ പോലീസ്, അതേ രാഷ്ട്രീയ പ്രവർത്തകർ, അതേ ഭരണകൂടം ഇന്ന് നേരെ തിരിച്ച് ജനനേതാക്കളെ അടിച്ചമർത്തുന്ന ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതുണ്ടാക്കാൻ പോകുന്ന ആഘാതം വളരെ വളരെ വലുതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ പി ചെക്കുട്ടി, കേളുവേട്ടന് തല്ലുകൊള്ളുമ്പോൾ വാണികൾക്കുണ്ടാവുന്ന വൈകാര്യത നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ പി രാജീവ്, ഇപ്പോൾ മന്ത്രിയായ പി രാജീവൻ, അദ്ദേഹം വിദ്യാർത്ഥി നേതാവായിരുന്നപ്പോൾ പോലീസ് വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട്. അങ്ങനെ ഒന്ന് ഈ വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഷാഫിക്ക് കൂടുതൽ ഗുണകരമാവുമെന്നാണോ പറയുന്നത്? അല്ല, രാഷ്ട്രീയത്തിൽ എപ്പോഴും അമിതമായിട്ടുള്ള തരത്തിലുള്ള എന്താ പറയുക ബോധപൂർവമായിട്ടുള്ള പീഡനങ്ങൾക്ക് ഒരു കൂട്ടർ വിധേയരാക്കുകയാണെങ്കിൽ, നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഒരാളെ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ജനങ്ങൾക്ക് തിരിച്ചറിയും. അത് തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ ബോധം വടകരയിലെ ജനങ്ങൾക്കുണ്ട്, കോഴിക്കോട്ടെ ജനങ്ങൾക്കുണ്ട്, മലബാറിലെ ജനങ്ങൾക്കുണ്ട്. എൻ്റെ രാഷ്ട്രീയ അനുഭവം അതാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ തരത്തിൽ കാരണം നിങ്ങൾ ആ വിഷയം എടുത്ത് നോക്കൂ, വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തെ സെലക്ട് ചെയ്ത് അടിക്കുന്നത്. അങ്ങനെ ഒരു ഒന്നാമതൊരു കാര്യം, ലാത്തി എന്ന് പറയുന്നത് തലമണ്ടയ്ക്ക് അടിക്കാനുള്ളതല്ലല്ലോ. ലാത്തി ഉപയോഗിച്ച് ഒരിക്കലും ഒരു പോലീസ് സംവിധാനം ഒരാളുടെ തലമണ്ടയ്ക്ക് അടിക്കില്ല. ഇത് വളരെ അത് അടിക്കുന്ന രീതി കണ്ടറിയാം. ബോധപൂർവം ഒരാളെ ഹിംസിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നടത്തിയിരിക്കുന്ന അറ്റാക്കായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ആ പ്രവർത്തിപ്പോൾ അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയക്കാരനാണോ ഈ പോലീസുകാരനാണോ എന്താണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത്തരത്തിലുള്ള പോലീസുകാരുണ്ട് എന്നുള്ളത്, മുഖ്യമന്ത്രിക്ക് അകമ്പടി സേവിക്കാൻ പോയ ഒരു പോലീസുകാരൻ ആ അകമ്പടി പരിപാടി നിർത്തിയിട്ട് വഴിയിലിറങ്ങി നാട്ടുകാരെ അടിച്ചോടിക്കുന്ന സീൻ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കേരള പോലീസിനകത്ത് ഇത്തരത്തിലുള്ള ഗുണ്ടായിസം ഒരു തൊഴിലാക്കി മാറ്റിയിരിക്കുന്ന ധാരാളം പേരുണ്ട്. അവർക്ക് പിന്തുണ കിട്ടുന്നുണ്ട്, അവർക്ക് അതിൻ്റെ ഒരു പക്ഷേ മറ്റു നേട്ടങ്ങളും കിട്ടുന്നുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഷാനിബ്, ഈ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറയുന്നത് ഈ സ്വർണ്ണപ്പാളിയിൽ നിന്നുള്ള ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് പേരാമ്പ്രയിൽ കാണുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്വർണ്ണപ്പാളിയിൽ സർക്കാർ പ്രതിരോധത്തിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു അന്വേഷണം നടക്കുകയാണ്. ഈ ഷാഫിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, ഷാഫി ഷോഫിയാണെന്ന് പറഞ്ഞുകൊണ്ട് അത് ആളുകൾ മറന്നു പോകുമോ ഷാനിബ്? ഈ ഷാഫി ഷോഫിയാണെന്നുള്ളത് പറഞ്ഞത് DYFI ഒന്നല്ല, അത് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ക്യാമ്പിൽ യൂത്ത് കോൺഗ്രസ്സുകാരാണ് പറഞ്ഞത്. ഷാഫിയുടെ ഷോ അവസാനിപ്പിച്ചിട്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങണമെന്ന് പറഞ്ഞത് നമ്മളൊന്നല്ല, DYFI ഒന്നല്ല. അന്നത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ക്യാമ്പിലാണ് ഷോ ഓഫ് മാത്രമേ നടക്കുന്നുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. നമ്മളൊന്നും അത് ഏറ്റുപിടിക്കുന്ന ആളുകളൊന്നുമല്ല. പിന്നെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രശ്നം അത് മറച്ചു പിടിക്കാനാണ് ഈ ചെയ്ത്തെങ്കിൽ അത് ആർക്കാണ് മറച്ചു പിടിക്കേണ്ടത്? ഇടതുപക്ഷത്തിനാണോ അത് മറച്ചു പിടിക്കേണ്ട ആവശ്യം? വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാനിരിക്കുകയാണ്. ഈ വാർത്ത 17-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 17-ാം തീയതി ഇതിൻ്റെ വാർത്ത പുറത്തു വന്നു. ആ പുറത്തു വന്ന ഉടനെ തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണം നടത്തി. ദേവസ്വം ബോർഡിനോട് നമ്മൾ അന്വേഷണം നടത്തണമെന്ന് ഗവൺമെൻറ് ആവശ്യപ്പെട്ടു. അതിൻ്റെ സാഹചര്യത്തിൽ ഹൈക്കോടതിയെ അറിയിച്ചു. അന്വേഷണം ഒരു സ്പെഷ്യൽ ടീമിനെ പിന്തുണക്കുന്നു എന്ന അത് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നതാണോ? പ്രതിപക്ഷ ആരോപിച്ചതാണ്. എങ്ങനെ പുറത്തു വന്നത്? ഈ ശബരിമല ഞാൻ പറയാം, ശബരിമല സംഗമം ഞാൻ പറയാം ശബരിമല സംഗമം എന്ന പേരിൽ ദേവസ്വം ബോർഡിൻ്റെ ഒരു പരിപാടി ശബരിമലയിൽ നടക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ശോഭ കെടുത്തുന്നതിന് വേണ്ടി ഒരു പോറ്റി എന്ത് പോറ്റിയ ആ പോറ്റിയുടെ ഒരു പ്രതികരണം ഉണ്ടാകുന്നു. ആ പ്രതികരണത്തെ തുടർന്നാണ് ഈ വിഷയങ്ങൾ പുറത്തു വരുന്നത്. എന്താ ഹൈക്കോടതി ആവശ്യപ്പെടുമ്പോഴാണോ? പോറ്റിയാണോ പറഞ്ഞത് സ്വർണ്ണപ്പാളിയാണോ? അയാൾക്ക് തന്നെ കുരുക്കാവുന്ന വിധം മൊഴി കൊടുത്തോ? പുറത്തു പറഞ്ഞോ? യഥാർത്ഥത്തിൽ ഹൈക്കോടതി ഇടപെട്ടല്ലേ സാധനം പുറത്തു വന്നത്? അതെ അല്ല, അത് ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നാണല്ലോ ഈ സാധനം കണ്ടെത്തിയത്. അത് പോട്ടെ, ഞാൻ ചോദിക്കുന്നത് വിഷയം കൊണ്ടുവന്നത് പ്രതിപക്ഷമല്ല, വിഷയം പുറത്തു കൊണ്ടുവന്നത് മാധ്യമങ്ങളല്ല, വിഷയം കൊണ്ടുവന്നത് BJP അല്ല. ഇത് കൊണ്ടുവന്ന് ഹൈക്കോടതിയാണ് ചൂണ്ടിക്കാട്ടുന്നത് അവിടെ 4 കിലോ സ്വർണം പോയി എന്ന്.
4 കിലോ സ്വർണം പോയോ എന്നിട്ട് ഇപ്പോഴും 4 കിലോ സ്വർണം പോയി എന്ന നിലയിലാണ് ഒരു കിലോ പോയോ? പറയുന്ന ഒരു കിലോ പോയത് സമ്മതിക്കാവോ? ആളുകൾ ഒരു കിലോ എങ്കിലും പോയത് സമ്മതിക്കാവോ ഷാനിബേ? അല്ല അതെ അപ്പോ ഞാൻ പറയാം, അത് അവർ പറയുന്നത് എന്താണ് അവരുടെ ആക്ഷേപം? 4 കിലോ സ്വർണം പോയി എന്നാണോ, 1 കിലോ സ്വർണം പോയി എന്നാണോ, അത് സ്വർണം പോയി എന്നാണോ? എന്താണ് LDF-ന്റെ ആക്ഷേപമല്ല, കോടതിയെ പറയുന്നത്. രാജു പീതർ ഉൾപ്പെടുന്ന LDF-നോ UDF-നോ അല്ല ആക്ഷേപം, കോടതിക്കാണ് ആക്ഷേപം. കോടതി പറയുന്നു അവിടെ സ്വർണ്ണപ്പാളി അഴിച്ചു മാറ്റിക്കൊണ്ടുപോയി. എത്ര കിലോ ഇനി അന്വേഷണത്തിൽ വരും. അവിടെയുള്ള ചെമ്പുപാളിയാണെന്ന് രേഖപ്പെടുത്തി ദേവസ്വം ബോർഡ് സ്വന്തം മിനിറ്റ്സിൽ ചെമ്പുപാളിയാണെന്ന് രേഖപ്പെടുത്തി പുറത്തേക്ക് കൊടുത്തു വിട്ടു. അതാണ് ഇപ്പോഴത്തെ കേസ്, അതാണ് അന്വേഷിക്കുന്നത്. എന്തായാലും അതുമായിട്ടുള്ള അന്വേഷണം നടക്കുകയാണല്ലോ. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് അന്വേഷണം നടക്കുന്നു. അതുമായി ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു ദേവസ്വം ബോർഡ് ഈ സംഭവം പുറത്തു കൊണ്ടുപോയി പിന്നെ സ്വർണം പൂശാനുള്ള അനുമതി കൊടുത്തു എന്ന്. അങ്ങനെ ഒരു അനുമതി ദേവസ്വം ബോർഡ് കൊടുത്തിട്ടില്ല. ഞാനല്ല പറഞ്ഞത്, ഹൈക്കോടതി പോകണം എന്ന് ഞാൻ പറഞ്ഞതല്ല ഷാനിബേ, ഹൈക്കോടതി പറഞ്ഞാണ്. ഹൈക്കോടതി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ഞാൻ തെളിവ് കാണിച്ചു തരാം. അല്ല, ഹൈക്കോടതി ഈ പിന്നെ സ്വർണം പൂശുന്നതിന് വേണ്ടി ശബരിമലയിൽ നിന്ന് പുറത്തു കൊണ്ടുപോകണമെന്ന് ദേവസ്വം ബോർഡ് തീരുമാനം. അതാണ് ഷാനിബേ, ഇന്നലെ ഹൈക്കോടതി പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവ് വായിച്ചു നോക്കുക. ഇടക്കാല ഉത്തരവിന്റെ 2ാമത്തെ പേജിൽ ആദ്യത്തെ പാരഗ്രാഫിൽ കോടതി നല്ല ഇംഗ്ലീഷിൽ പറയുന്നുണ്ട്, ഈ അഴിച്ചു കൊണ്ടുപോകുന്നത് ചെമ്പുപാളിയാണ് എന്ന് ദേവസ്വം ബോർഡ് അവരുടെ ഡിസിഷനിൽ രേഖപ്പെടുത്തിയത് ഗുരുതരമായ പ്രശ്നമാണ് എന്ന് ഹൈക്കോടതിയാണ് പറയുന്നത്. ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് അത് സ്വർണ്ണപ്പാളിയിൽ, അത് ഈ പറയുന്ന പോലെ ചെമ്പുപാളിയിൽ സ്വർണം പൂശിയതാണോ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുന്നു. അതാരാണ് തിരുമറി നടത്തിയത്, ആരാണ് അതിൽ ഇടപെട്ടതെന്ന കാര്യങ്ങൾ ഏതാനും ദിവസങ്ങൾ കൂടി നിങ്ങൾ കാത്തിരുന്നാൽ മതി. ആ വിഷയം മറച്ചു പിടിക്കേണ്ടത് ആർക്കായിരുന്നു ആ വിഷയത്തെ ഡൈവേർട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഏതാനും ദിവസങ്ങളോട് ബിജെപിക്കോ കോൺഗ്രസിനോ അത് മറച്ചു വെക്കണമെന്നാണ് നിങ്ങൾ പറയാതെ പറയുന്നത്. നിങ്ങൾ വ്യക്തമായി പറ, ആർക്കാണ് മറച്ചു വെക്കേണ്ടത്? സർക്കാരിനല്ലാതെ. ഞാനൊരു കാര്യം ഇപ്പോൾ ഇവിടെ പറഞ്ഞു, അമ്പലക്കള്ളന്മാരെന്നൊക്കെ പറഞ്ഞല്ലോ. ഈ ശർക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കാത്തവരായി ആരുമില്ല എന്ന് നമ്മൾ പ്രയോഗം കേട്ടിട്ടുണ്ട്. എന്നാൽ ശർക്കരക്കുടത്തിൽ കൈയിട്ട് അതിൻ്റെ പേരിൽ അഴിമതി നടത്തിയ ആളുകളാണ് ഈ പറയുന്ന UDF NP ശ്രീകുമാറും പുലരൂർ മധുവൊക്കെ ദേവസ്വം ബോർഡ് മെമ്പർമാരായിരുന്ന സമയത്ത് ശർക്കര വാങ്ങിയ ഇനത്തിൽ അഴിമതി നടത്തിയ ആളുകളാണ്. 2015 അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് കോടതിയിൽ ഇരിക്കുകയാണ്. അപ്പം അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ ആരാണ് ഇതിനകത്ത് അഴിമതി നടത്തിയിട്ടുള്ളത്, ആരാണ് സ്വർണ്ണപ്പാളി പുറത്തേക്ക് കൊണ്ടുപോയത്, അതിൽ ആരുടെയൊക്കെ സഹായം കൊണ്ടുപോകാൻ അനുമതി കൊടുത്തത് എ പത്മകുമാറല്ല, നിങ്ങൾ നിയോഗിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള കാര്യങ്ങൾ കൊണ്ടുപോകുന്ന സ്വർണ്ണപ്പാളിയല്ല ചെമ്പുപാളിയാണെന്ന് പത്മകുമാർ ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയത് കോടതി ഇന്നലെ കോട്ട് ചെയ്തു. അതാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത്. പത്മകുമാറിനെ നിങ്ങൾ എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ? അത് പുറത്തു, ഞാൻ അതാ പറയുന്നത്, അത് പുറത്തു കൊണ്ടുപോകാനുള്ള തീരുമാനം ദേവസ്വം ബോർഡ് എടുത്തു എന്ന് കോടതിയിലുണ്ടോ? അങ്ങനെ ഉണ്ട്, കോടതി ഉത്തരവ്. ഞാൻ കൃത്യമായി പറയാം. ഇന്നലത്തെ കോടതി ഉത്തരവിന് 2ാം പേജ് ആദ്യത്തെ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അങ്ങനെ പുറത്തു കൊണ്ടുപോകണമെന്നല്ല, സ്വർണ്ണപ്പാളി പുറത്തു കൊണ്ടുപോകുന്നത് സ്വർണ്ണപ്പാളിയല്ല ചെമ്പുപാളിയാണ് എന്ന് ദേവസ്വം ബോർഡ് അവരുടെ തീരുമാനത്തിൽ രേഖപ്പെടുത്തിയത് ഗുരുതരമായ പ്രശ്നമാണെന്ന് ഞാനല്ല, കോടതിയാണ് പറയുന്നത്. അതെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ടോ എനിക്കറിയില്ല. അത് ചെമ്പുപാളിയാണോ, ചെമ്പുപാളിയിൽ സ്വർണം പൂശിയതാണോ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണത്തിലിരിക്കുകയാണ്. അത് അന്വേഷണം നടത്തി പുറത്തു വരട്ടെ. പക്ഷെ അത് ആ സ്വർണ്ണപ്പാളിയാണെങ്കിലും ചെമ്പുപാളിയാണെങ്കിലും നിങ്ങൾക്ക് അതാണല്ലോ ഞാൻ ഷാനിബ് മാത്രമല്ല, CPM-ന്റെ പ്രതിനിധികൾ കഴിഞ്ഞ ഒരാഴ്ച ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിൽ ലക്ഷക്കണക്കിന് ഭക്തർ വരുന്നതാണ്. അവർ ആ ശ്രീകോവിൽ കാണുന്നുണ്ട്. ആ ശ്രീകോവിൽ പൊതിഞ്ഞിരിക്കുന്നത് ചെമ്പാണോ സ്വർണ്ണമാണോ എന്ന് തിരിച്ചറിയാനുള്ള കോമൺ സെൻസ് ഉള്ള മനുഷ്യരാണ് അയ്യപ്പ ഭക്തന്മാർ. എന്നിട്ട് ഷാനിബിനെ പോലുള്ള CPM വക്താക്കൾ വന്നിരുന്ന് പറയാണ് അത് ചെമ്പാണോ സ്വർണ്ണമാണോ. പത്മകുമാറും അത് തന്നെ പറയുന്നത് ചെമ്പാണോ സ്വർണ്ണമാണോ. ഇത് എന്ത് വർത്തമാനാണ്? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ കാണുന്നത് അത് സ്വർണ്ണമാണോ, സ്വർണ്ണം പൊതിഞ്ഞതാണോ, സ്വർണ്ണ പ്ലേറ്റ് ആണോ, ആളുകൾ കണ്ടാൽ മനസ്സിലാവും. ആളുകൾ കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾ പറഞ്ഞത് സ്വർണ്ണമാണ്. എന്താ സംശയം? സ്വർണ്ണപ്പാളിയാണത്. ആ പാളി അഴിച്ചു മാറ്റി ചെമ്പുപാളിയാക്കി വിട്ടു എന്നാണ് കോടതി പറയുന്നത്. നിങ്ങൾക്ക് ഉറപ്പുണ്ട്? കോടതിക്ക് ഉറപ്പുണ്ട്. എനിക്ക് മാത്രമല്ല, കോടതിക്ക് ഉറപ്പുണ്ട്. കോടതിക്ക് ഉറപ്പുള്ളതാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. അത് സ്വർണ്ണമാണെന്ന് കോടതിക്ക് ഉറപ്പുള്ളതാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്.
അങ്ങനെയല്ല, കോടതി അത് സ്വർണ്ണമാണെന്നല്ല, അത് ചെമ്പുപാളിയാണെന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അതിൽ അന്വേഷണം കൂടെ നടത്തണമെന്നാണ് കോടതി പറഞ്ഞതിൻ്റെ ഉള്ളടക്കം. അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടല്ല, നിങ്ങൾ അതിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്. ഞാൻ അതെന്തായാലും അത് ചെമ്പുപാളിയാണെന്ന് സംശയം കോടതിക്കുണ്ടെന്നാണോ പറയുന്നത്? അല്ല ഷാനിബ, അതൊന്ന് ക്ലാരിറ്റി വരുത്തിപ്പോ. അത് ചെമ്പുപാളിയാണെന്ന് സംശയം കോടതിക്കുണ്ട്. ചെമ്പാണോ സ്വർണ്ണമാണോ എന്നാണോ? സ്വർണ്ണപ്പാളിയാണെന്ന് കോടതി പറയുന്ന ഭാഗം നിങ്ങൾ എനിക്കൊന്ന് അയച്ചു തരും. സ്വർണ്ണപ്പാളിയാണെന്ന് കോടതി പറയുന്നു, അത് സ്വർണ്ണപ്പാളിയാണ്, അത് പിന്നെ ആരോ കൊണ്ടുപോയിട്ടുണ്ടെന്ന് കോടതിയുടെ കണ്ടെത്തൽ, അത് നിങ്ങൾ എനിക്കൊന്ന് അയച്ചു തന്നെ. എന്നോട് ഞാൻ ഇപ്പൊ അല്പം മുമ്പ് കോട്ട് ചെയ്ത് കോടതി ഇങ്ങനെയാണ് പറയുന്നത്: അഴിച്ചു കൊണ്ടുപോയത് ചെമ്പുപാളിയാണ് എന്ന് ദേവസ്വം ബോർഡ് അവരുടെ തീരുമാനത്തിൽ രേഖപ്പെടുത്തിയത് ഗുരുതരമായ പ്രശ്നമാണ്. ചെമ്പുപാളിയാണെങ്കിൽ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തി എന്താ പ്രശ്നം? അത് സ്വർണ്ണപ്പാളി ആയതുകൊണ്ടാണ് ഗുരുതരമാവുന്നത്. എന്താ പ്രശ്നം? അത് നിങ്ങളാണല്ലോ കോടതിയോട് വിലയിരുത്തുന്നത്. കോടതി പറഞ്ഞ കാര്യമാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? കോടതി പറഞ്ഞ കോടതിയോട് ചോദിക്കേണ്ട ചോദ്യം പിന്നെ എന്നോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? അതല്ല, നിങ്ങളാണ് പറയുന്നത് ചെമ്പാണെന്ന്. കോടതിക്ക് സംശയമില്ല. ഞാൻ പറഞ്ഞത് കോടതിക്ക് അത് ചെമ്പാണെന്ന് ബോധ്യമില്ല. ചെമ്പുപാളിയാണെന്ന് രേഖപ്പെടുത്തിയത് പ്രശ്നമാണെന്നാണ് കോടതി പറഞ്ഞ ഒരു അത് ചെമ്പുപാളിയാണ് അഴിച്ചുകൊണ്ടു പോകുന്നത് എന്ന് രേഖപ്പെടുത്തിയത് ഗുരുതരമായ പ്രശ്നമാണെന്ന് ഹൈക്കോടതിയാ പറയുന്നത്. അതെ, അതിന്റെ വിവക്ഷ എന്താണ്? സ്വർണ്ണപ്പാളിയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? ആ പരാമർശത്തിൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? കോടതി അതാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എന്ന് എഴുതിയതിൽ തെറ്റുണ്ട്. അതായത് പത്മകുമാർ പറയുന്ന കാര്യത്തെ നിങ്ങൾ ന്യായീകരിക്കുകയാണ്. അവിടെ സ്വർണ്ണം ഉണ്ടായിരുന്നില്ല, അത് ചെമ്പുപാളിയായിരുന്നു, അതാണ് പ്രശ്നം. ചെമ്പുപാളിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് അന്വേഷണം നടന്നത്. അതാണോ ഷാനിബിന്റെ വാദം? അല്ല, ഞാൻ ചോദിക്കുന്നതല്ല. ഞാൻ കോടതി പറഞ്ഞു എന്ന് ഉണ്ടായിരുന്ന പ്രത്യേക അന്വേഷണ സംഘം എഫ്ഐആർ എന്താ കേസ്? ചെമ്പ് മോഷ്ടിച്ചതുള്ളതാണ് കേസ്. നിങ്ങൾ പറയൂ. ആ കുറഞ്ഞ പക്ഷേ എഫ്ഐആർ എന്ന് വായിച്ചു നോക്ക്. എന്താ ചെമ്പ് മോഷ്ടിച്ചു എന്നാണോ കേസ്? അല്ല, നിങ്ങളിപ്പോ കോടതി പരാമർശമാണല്ലോ പറഞ്ഞത്. കോടതി പരാമർശത്തിൽ സ്വർണ്ണപ്പാളി മാറ്റി ചെമ്പുപാളി എന്ന് എഴുതിയത് തെറ്റാണ്. അങ്ങനെ കോടതി പരാമർശമുണ്ടോ? ആ പരാമർശമുണ്ട്, അങ്ങനെ പരാമർശമുണ്ട്. ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത് ഗുരുതരമായ സ്വർണ്ണപ്പാളിയുടെ കാര്യമല്ല, അത് ചെമ്പുപാളിയാണെന്ന് ദേവസ്വം ബോർഡ് തീരുമാനിക്കുമ്പോഴാണ് ഈ വിവാദം ഉണ്ടാവുന്നത്. പ്രശ്നം എവിടെയാണ്? നിങ്ങൾ എന്തിനാ സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത്? അന്ന് പറഞ്ഞു എന്തിനാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത്? ചെമ്പുപാളി അഴിച്ചുവിട്ടിട്ടാണോ? നിങ്ങൾ അല്ല, അത് പുറത്തു കൊണ്ടുപോകാനുള്ള തീരുമാനം എടുത്തതിന്റെ ഭാഗമായിട്ട് അപ്പൊ ഈ ചെമ്പുപാളി എന്ന് ഉത്തരവിട്ടത് എന്ന് പറഞ്ഞു കൊണ്ടുപോയതുകൊണ്ട് അങ്ങനെയാണ് പി എസ് പ്രശാന്ത് എന്താ പറയുന്നത്? പുറത്തു കൊണ്ടുപോയില്ല. എന്റെ കാലത്ത് 5 തവണ കൊടിമരം പുറത്തു കൊണ്ടുപോയി എന്ന് പറയുന്നത് പി എസ് പ്രശാന്ത് ആണ്. അത് ദേവസ്വം മാനുവലിന് വിരുദ്ധമല്ല. അങ്ങനെയാണ് പിന്നെ എന്തിനാണ് സസ്പെൻഡ് ചെയ്യുന്നത്? പ്രശാന്ത് അങ്ങനെയാണ് പറയുന്നത്. പ്രശാന്ത് പറയുന്നു കൊടിമരം 5 തവണ പുറത്തു കൊണ്ടുപോയിട്ടുണ്ട്, അതിനൊരു കുഴപ്പമില്ലാതെ പ്രശാന്ത് പറയുന്നു. അങ്ങനെ കുഴപ്പമില്ലാത്തൊരു കാര്യം ചെയ്തതിന് എന്തിനാണ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്നത്? പുറത്ത് കൊണ്ടുപോകുമ്പോൾ പാലിക്കേണ്ട ചട്ടങ്ങൾ പാലിക്കാത്തത് കൊണ്ട്. ഏത് ചട്ടം ലംഘിച്ചേ? പുറത്തു കൊണ്ടുപോകുമ്പോൾ പാലിക്കാതെ ഏത് ചട്ടം ലംഘിച്ചാണ് അവരെ സസ്പെൻഡ് ചെയ്തത്? അതിൽ കൃത്യമായി മജിസ്ട്രേറ്റിനെ അറിയിച്ചുകൊണ്ട് ദേവസ്വം പിന്നെ ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട ചട്ടങ്ങൾ പാലിക്കാതെയാണ് അത് പുറത്തു കൊണ്ടുപോയത്. അതാണ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയത്. സ്വർണം പൂശിയിട്ടില്ല, അന്വേഷിക്കുന്നത്. അവിടെ ആരെങ്കിലും ഇടപെട്ടുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. അതായത് ഈ കോടതി ചൂണ്ടിക്കാട്ടുന്ന ചെമ്പുപാളി ചെമ്പ് നിങ്ങൾ സ്വർണ്ണമാണെന്ന് പറ. അല്ല, സ്വർണ്ണമാണെന്ന് നിങ്ങൾ ഉറപ്പിച്ച് പറയാൻ നിങ്ങൾക്ക് ഷാനിബിന് അത് ഉറപ്പില്ല, അതിൽ സ്വർണ്ണമാണ്, അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്നാണ് ഷാനിബിന്റെ നിലപാട്. അങ്ങനെയാണോ? അതുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അസ്വാഭാവികമായ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് കൃത്യമായി സഭയിലും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയിരുന്നു. ചെമ്പാണെങ്കിൽ പിന്നെ എന്താ ആരോപണം? സ്വർണ്ണമാണെന്ന് നിങ്ങൾ എവിടെയാ രേഖപ്പെടുത്തിയത്? ഞാൻ പറഞ്ഞതല്ല, സ്വർണ്ണമാണ് എന്ന്, അതിൽ സ്വർണം പൂശിയിട്ടുണ്ട് എന്ന് ദേവസ്വം രേഖകളുണ്ട് എന്നാണ് കോടതി പറയുന്നത്. അത് സ്വർണം പൂശിയിട്ടുണ്ട് എന്ന് ദേവസ്വം രേഖകളുണ്ട്, കോടതിയുടെ തന്നെ ചില ഉത്തരവുകളിലുണ്ട്. എന്നിട്ട് അത് ചെമ്പാണ് എന്ന് ദേവസ്വം ബോർഡ് രേഖപ്പെടുത്തിയത് ഗുരുതരമായ കൃത്യമാണ് എന്ന് ഇന്നലെ ഹൈക്കോടതി പറയുന്നു. ഇതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഈ സ്വർണം പൂശിയതാണെന്ന് പറഞ്ഞാൽ എവിടെയാണ് സ്വർണം പൂശുന്നത്? സ്വർണം പൂശിയതല്ല, സ്വർണം പൊതിഞ്ഞു. ഇതൊക്കെ കുറെ ചർച്ച ചെയ്ത് എനിക്ക് ക്ഷമ കെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഷാനിബേ,
ഇത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ. CPM കാർ കഴിഞ്ഞ നിങ്ങൾക്ക് ക്ഷമ കെടുന്നത് ഇന്നലെ നിങ്ങളുടെ ചർച്ച ചെയ്യുന്ന ആംഗിൾ KS അരുൺകുമാർ മാത്രം പോലും അത് നിങ്ങൾക്ക് സ്വർണ്ണമാണെന്നും സ്വർണ്ണം നിങ്ങൾക്ക് ക്ഷമ നഷ്ടപ്പെട്ടു കെടുന്നത് അതിൽ തങ്ങൾക്ക് നിങ്ങളുടെ പങ്കില്ല ആംഗിൾ എന്നാണ് മാത്രം പറയുന്നത്. കാണുന്നതുകൊണ്ടാണ്. ഇന്ന് ഷാനിബാണ് അത് തിരിച്ചു പറയുന്നത്. സ്വർണ്ണമേ അല്ല, സ്വർണ്ണമാണെന്ന് ഉറപ്പില്ല എന്ന് ഷാനിബ് പറയും. ഇന്നലെ പറഞ്ഞവർ അങ്ങനെയല്ല പറഞ്ഞത്. അതുകൊണ്ടാണ് ക്ഷമ കെടുന്നത്. ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ രാജു പി നായർ, ഇവിടെ ഈ ഞാൻ അന്വേഷണം നടക്കുന്നു എന്ന് സ്വർണം നഷ്ടപ്പെട്ടോ ചെമ്പ് നഷ്ടപ്പെട്ടോ എന്ന അന്വേഷണമാണോ യഥാർത്ഥത്തിൽ നടക്കുന്നത്? FIR എന്താണ് പറയുന്നത്? നിങ്ങൾ കണ്ടോ FIR? രാജു പി നായർ. അജിംസെ, ഈ ഷാനിബിന് ഈ വിഷയത്തിൽ അറിവില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അത് എല്ലാ വിഷയത്തിലും ഒരു മനുഷ്യനെ സംബന്ധിച്ച് അറിവുണ്ടാവണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ അത് വിവരക്കേടായിട്ട് അവതരിപ്പിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് പറയുകയാണ്. അദ്ദേഹത്തിന് ആ വിവരക്കേട് പറയാനുള്ള അനുവാദം ഉണ്ടാവും. അത് പറയാൻ പാർട്ടി നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതായിക്കോട്ടെ. പക്ഷെ വിവരക്കേടായിട്ട് അവതരിപ്പിക്കരുത്. നോക്കൂ, ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ 13ാമത്തെ പോയിന്റിൽ പറയുകയാണ്, there was an unjustified delay in the production before the 8th respondent and the deliberate misdescription of gold cladded plates as mere copper plates in the Mahasar dated 19/7/2019 and 27/2019 together reveal a disturbing pattern of careless negligence and probable misconduct. മനസ്സിലായോ? സ്വർണ്ണപ്പാളി ആയിരുന്നത് ചെമ്പ് പാളിയായി 2 മഹസറിൽ തെറ്റായി രേഖപ്പെടുത്തിയത് ഞങ്ങളെ സംബന്ധിച്ചോളം ഞെട്ടിക്കുന്നതാണ്. കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വർണ്ണപ്പാളിയാണെന്നുള്ള കോടതിക്ക് അറിയാമോ എന്നുള്ള ഷാനിബിന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലേ? ഇനി ആ ജഡ്ജ്മെന്റിൽ മറ്റൊരിടത്ത് കോടതി പറയുന്നു, ഈ സ്വർണ്ണപ്പാളികൾ അല്ലെങ്കിൽ ദ്വാരപാലക ശില്പങ്ങൾ മറ്റേതോ വലിയൊരാൾക്ക്, പണക്കാരന് വലിയൊരു തുകയ്ക്ക് മറിച്ചു വിൽക്കുകയും ചെമ്പിന്റെ മറ്റൊരു സെറ്റാണ് ശബരിമലയിൽ കൊണ്ടെത്തിച്ചത്. ഇത് കേട്ടിട്ട് CPIM-ന്റെ ഒരു നേതാവിന് വന്നിട്ട് ഇങ്ങനത്തെ ന്യായീകരണം പറയണമെങ്കിൽ ശരണമേ, ഇതെന്താ ചെയ്യുക? ഇവരെയൊക്കെ എന്താ വേണ്ടത്? ജനങ്ങൾ കൈകാര്യം ചെയ്യും. മനസ്സിലായില്ലേ? ഹൈക്കോടതി ഉത്തരവെടുത്തൊന്ന് വായിച്ചു നോക്ക് ഷാനിബെ, വളരെ കൃത്യമായിട്ട്. പിന്നെ ഞങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ, ആര് കൊണ്ടുപോയി? എന്താ ഈ കേസിന്റെ ഏറ്റവും വലിയത്? ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാ ഷാനിബെ? ആരാ ഉണ്ണികൃഷ്ണൻ പോറ്റി? ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞൊരു കള്ളൻ ശബരിമലയിൽ ഹരിവരാസനം ചൊല്ലി നടയടച്ചു കഴിഞ്ഞപ്പോൾ രാത്രി പോയിട്ട് സ്ക്രൂ ഡ്രൈവർ വെച്ച് അഴിച്ചുകൊണ്ട് പോയതാണോ ഈ സ്വർണ്ണപ്പാളി? അതാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? 2019 ദേവസ്വം ബോർഡിന്റെ ഉത്തരവ്. ആ ദേവസ്വം ബോർഡിന്റെ ഉത്തരവിലാണ് അന്ന് കീഴ്ശാന്തിക്കാരന്റെ പരികർമ്മിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി, ശബരിമലയിലെ കീഴ്ശാന്തിക്കാരന്റെ പരികർമ്മിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾക്ക് വിശ്വാസപരമായി, സാമ്പത്തികമായി, വൈകാരികമായി ഏറ്റവും അധികം അമൂല്യമായ ഈ അയ്യപ്പന്റെ സ്വത്തുകൾ കൊണ്ടുപോകാൻ ദേവസ്വം ബോർഡ് കൂടിയാണ് തീരുമാനമെടുത്തു കൊടുക്കുന്നത്. എന്നിട്ട് അതിനകത്ത് ചെമ്പ് എന്നെഴുതിയതും ഈ ദേവസ്വം ബോർഡാ. ദേവസ്വം ബോർഡ് കൂടിയിട്ട് തീരുമാനമെടുത്ത അതിന്റെ പ്രസിഡന്റ് അറിയാൻ പാടില്ല. ഉത്തരവിൽ അറിഞ്ഞാൽ ചെയ്തു പറഞ്ഞാൽ വേറെ വല്ല പണിക്ക് പോകാൻ പറയണം. സംസ്ഥാന സർക്കാരിന്റെ മന്ത്രിസഭയുടെ തീരുമാനം സെക്രട്ടറി വേറൊരു രീതിക്ക് അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി മറ്റൊരു രീതിക്ക് എഴുതി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ അവിടെ ഇരിക്കാതെ ഇറങ്ങിപ്പോയി നാട്ടുകാരുടെ കാശിന് വില വെക്കാൻ പറയണം. അതുതന്നെയാണ് ദേവസ്വം ബോർഡിന്റെ റോള്. ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടിരുന്നതാണ്. ഞാൻ എൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയിൽ എടുക്കുന്ന തീരുമാനം എൻ്റെ സെക്രട്ടറിക്ക് മാറ്റി എഴുതാൻ പറ്റുമോ? അത് എഴുതി കഴിഞ്ഞാൽ അയാളെ പിന്നെ ഞാൻ അവിടെ ഇരുത്തുവോ? ഇത്രയും കാട്ടുകൊള്ളയ്ക്ക് ഒരു ഉത്തരവിലൂടെ അംഗീകാരം കൊടുത്ത അയാളല്ലേ ഈ ഓർഡർ എടുത്തോണ്ടല്ലേ നാട്ടുകാരുടെ അടുത്ത് മുഴുവൻ പോയിട്ട്, ജയറാമിന്റെ അടുത്ത് മുഴുവൻ പോയിട്ട് ദേവസ്വം ബോർഡ് എന്നെ ഏൽപ്പിച്ച സാധനമാണ്, അയ്യപ്പന്റെ സാധനം എന്നാ എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത് വിറ്റത് അയാൾ. ഈ ഉത്തരവല്ലേ? ക്യാൻസർ പേഷ്യന്റ് ആണ്, ഇയാൾക്ക് ചികിത്സാ സഹായം വേണമെന്ന് പറഞ്ഞ് ഏതോ ഡോക്ടറോ അല്ലെങ്കിൽ ആശുപത്രിയോ കൊടുക്കുന്ന കത്ത് പോലെ ദേവസ്വം ബോർഡിന്റെ ഈ ഉത്തരവാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന കാട്ടുകളന് നിങ്ങൾ സാധുത കൊടുത്തത്. ആ സാധുത കൊടുത്ത കാട്ടുകള്ളനാണ് നിങ്ങളുടെ നേതാക്കന്മാർ. അദ്വൈതത്തിലെ ആ ജയറാം അവതരിപ്പിച്ച കഥാപാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. മാറി വന്ന ദേവസ്വം പ്രസിഡന്റുമാരാണ് മോഹൻലാലിന്റെ വേഷം അഭിനയിക്കുന്നത്. ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന സോമൻ അവതരിപ്പിച്ച ശേഖരൻ. ആ ശേഖരനാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ശബരിമല മാത്രമല്ല, ഞാനിരിക്കുന്ന തൃപ്പൂണിത്തുറയിലെ നെറ്റിപ്പട്ട ഉൾപ്പെടെ ഏറ്റുമാനൂരപ്പന്റെ 7.5 പൊന്നാന ഉൾപ്പെടെ അമ്പലങ്ങളെ കൊള്ളയടിക്കുന്ന അമ്പലം വിഴികളാണ് ഇവര്. എന്നിട്ട് വന്നിരുന്നത് ന്യായീകരിക്കാൻ അല്പമെങ്കിലും ഉളുപ്പ് വേണ്ടേ? അല്പമെങ്കിലും പറയട്ടെ, പറഞ്ഞു തീർക്കട്ടെ. ഉണ്ണികൃഷ്ണൻ പോറ്റി കള്ളൻ. ഒരു മിനിറ്റ് കൂടി. ഉണ്ണികൃഷ്ണൻ പോറ്റി കള്ളനാണ്. ആ അയ്യപ്പ സംഗമം നടക്കുന്നതിന് മുമ്പ് പീഠം പോയി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരന്റെ വീട് ഒന്ന് കണ്ടു ഇല്ലേ?
ഈ ദേവസ്വം ബോർഡിന്, ഈ സർക്കാരിന് ഈ നാട്ടിലെ സ്വത്ത് സംരക്ഷിക്കണം, ശബരിമല ഉൾപ്പെടെ ഏറ്റവും വൈകാരികമായ ഒരു ക്ഷേത്രത്തിന്റെ പരിഭാവനത സംരക്ഷിക്കണം എന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ പീഠം കൊണ്ടുപോയി അനിയത്തിയുടെ വീട്ടിൽ, സഹോദര വീട്ടിൽ കൊണ്ടുപോയി വെച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്ന് FIR ഇട്ട് അറസ്റ്റ് ചെയ്യണ്ടേ? അന്ന് അറസ്റ്റ് ചെയ്യണ്ടേ? നിങ്ങൾ ദേവസ്വം ബോർഡ് അയാൾക്ക് അനുമതി കൊടുത്തിരുന്നോ സഹോദരനെ വീട്ടിൽ കൊണ്ട് പീഠം വെക്കാൻ? അപ്പൊ സഹോദരനെ വീട്ടിൽ കൊണ്ട് പീഠം വെച്ച കുറ്റത്തിന് അന്ന് രാത്രി അറസ്റ്റ് ചെയ്യണമായിരുന്നു. അറസ്റ്റ് ചെയ്യില്ല. കാരണം അറസ്റ്റ് ചെയ്ത PS പ്രശാന്ത് ഉൾപ്പെടെ അകത്തു പോകും. കാരണം അറിയോ, 2022 ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ സ്വത്തിൽ സ്വർണത്തിൽ മോഷണം നടന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് മൂടി വെച്ചവരാണ് ഇവർ. എന്നിട്ട് 2025 വീണ്ടും വിളിച്ച് അതിന് സാധ്യത അയാളെ കൊണ്ട് വീണ്ടും കൊള്ള നടത്താൻ പോയ ആളാണ് PS പ്രശാന്ത്. അതുകൊണ്ട് ആ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്താൽ ഈ നിരനിരയായിട്ടുള്ള ദേവസ്വം പ്രസിഡന്റുമാരും മന്ത്രിമാരും ഉൾപ്പെടെ ജയിലിൽ പോകേണ്ടി വരും. അതുകൊണ്ട് അറസ്റ്റ് ചെയ്യില്ല. കാട്ടുകളൻ അയ്യപ്പന്റെ പീഠം കടത്തിക്കൊണ്ടിട്ട് അറസ്റ്റ് ചെയ്യാത്തവരാണ് ഇവർ, ഇല്ലേ? എന്നിട്ട് അതിനെല്ലാം മറച്ചു വെക്കാൻ വേണ്ടി ഷാഫി പറമ്പലിന്റെ മൂക്കത്തടിക്കുക, എന്നിട്ട് മറച്ചു വെക്കാൻ വേണ്ടി ചർച്ച മാറ്റാൻ. ഇന്നത്തെ ചർച്ച മാറൂന്ന വിചാരിച്ചത്, പക്ഷെ ഇന്നെല്ലാവരും ഇതും കൂടി ചർച്ച ചെയ്യാം, ഇതും കൂടി ചർച്ച ചെയ്യാം. അപ്പൊ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യം വരുന്നുണ്ട്. ഈ കാട്ടുകള്ളന്മാർ ഈ കള്ളത്തരം മറച്ചു വെക്കാൻ വേണ്ടി കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആസൂത്രിതമായ സംഘർഷത്തിന് വഴിയൊരുക്കുകയാണ്, ചർച്ച വഴി മാറ്റാൻ. ശ്രീ NP ചേക്കുട്ടി, ഇവിടെ ഈ ഷാഫിക്ക് അടികൊണ്ടത് എന്നുള്ളതിനേക്കാൾ ഗൗരവമുള്ള ഒരുപക്ഷെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റ് ആയിരിക്കും ശബരിമല വിഷയം. പക്ഷേ ഒരു സംശയം, ഇവിടെ ഇപ്പോൾ പോലും ഇപ്പോൾ ഈ 6 വർഷം മുമ്പ് നടന്ന സംഭവമാണ് ഈ സ്വർണ്ണപ്പാളി അഴിച്ചുകൊണ്ട് പോയത്. അതിനുശേഷം അതേ ആൾ സ്വർണം പൂശി അത് കൊണ്ടുവന്ന് വയ്ക്കുന്നു, വീണ്ടും സ്വർണം പൂശാൻ പിന്നീട് മറ്റൊരു ദേവസ്വം പ്രസിഡന്റ് അനുമതി കൊടുക്കുന്നു. അതായത് ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ലേ? അതായത് പ്രതിപക്ഷത്തിൻ്റെ ഒരു ജാഗ്രത കുറവുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ തുടർച്ചയായി ഒരാൾക്ക് തന്നെ ഈ തട്ടിപ്പ് നടത്താൻ കഴിയുന്നത്? അല്ലല്ല, അത് പ്രതിപക്ഷത്തിൻ്റെ അല്ലല്ലോ ഇത് ഉത്തരവാദിത്വം. ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്, അത് കാലാകാലങ്ങളായിട്ടുള്ളതാണ്. അത് ഭരണം മാറുന്ന സമയത്ത് ദേവസ്വം ബോർഡിൻ്റെ തൊലപ്പത്തുള്ള ആളുകൾ മാറുന്നു മാത്രമേ ഉള്ളൂ. ദേവസ്വം ബോർഡാണ് അവിടെ ചുമതലക്കാരായിട്ടുള്ള ആളുകൾ, ദേവസ്വം ബോർഡിൻ്റെ ആളുകൾക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഉള്ളത്. മാത്രമല്ല കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡങ്ങളുടെ ഓരോ കാര്യം എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഇതിന് മാത്രമല്ല, ശബരിമലയെ പോലൊരു ക്ഷേത്രം കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിലൊന്നാണ്. അവിടെ കേരളത്തിലെ ഒരു ജനസംഖ്യയിൽ ഒരു വലിയ ശതമാനം ആളുകൾ ശബരിമല കയറിയിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് നേരിട്ട് കാണാൻ കഴിയുന്നതാണ് അവിടെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെയുള്ള ശില്പം അവർക്കറിയാം, അവരുടെ സ്വർണ്ണം അവർ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പിന്നെ ഇങ്ങനെ അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ട് അത് ചെമ്പാണെന്നൊക്കെ പറയുമ്പോൾ അത് വളരെ ഗൗരവമുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും നമ്മൾ മനസ്സിലാക്കണ്ടേ. കാരണം കേരളത്തിലെ ജനങ്ങളുടെ സ്വത്താണത്, കേരളത്തിൻ്റെ സമൂഹത്തിൻ്റെ സ്വത്താണത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഈ സർക്കാർ നിയോഗിച്ചിരിക്കുന്ന ദേവസ്വം ബോർഡും എടുത്തിരിക്കുന്ന കുറ്റകരമായ അനാസ്ഥ, ആ അനാസ്ഥയ്ക്ക് അവരൊരു വില കൊടുക്കേണ്ടി വരും. ഇപ്പം തന്നെ ഇയാൾ വാസവൻ അത് പറയുന്നുണ്ട്. 2019 ചില തെറ്റുകൾ പറ്റിയെന്ന് വാസവൻ ക്ലിയറായിട്ട് പറയുന്നുണ്ട്. ആരായിരുന്നു 2019 ഉണ്ടായിരുന്നത്? അവരുടെ മന്ത്രി കടകംപള്ളിയായിരുന്നു. അതേപോലെ തന്നെ ചുമതലക്കാരനായിരുന്ന ആൾ മറ്റേ ചങ്ങാതി പത്തനംതിട്ടയിലെ പത്മകുമാറായിരുന്നു. അപ്പം ആരാണ് ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ? ആരുടെ കാലത്താണ് ഇത്തരം സംഭവങ്ങൾ നടന്നത്? ഈ തരം കാര്യങ്ങൾ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാം. അത് പറഞ്ഞ് ശർക്കരേൻ്റെ കാര്യത്തിലേക്ക്, സ്വർണത്തിൻ്റെ കാര്യം ഉടനെ ശർക്കരേൻ്റെ കാര്യം പറഞ്ഞിട്ട് രക്ഷപ്പെടാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിൽ മാത്രമാണെന്നേ പറയാൻ കഴിയുള്ളൂ. ഷാനിബ്, ഞാൻ ഇത്രയും നേരം അങ്ങ് ജഡ്ജ്മെന്റ് വായിക്കുകയാണല്ലോ, ഓർഡർ വായിക്കുകയാണെന്ന് കരുതിയാണ് ഞാനത് കോട്ടിയായിരുന്നു. ഞാൻ വേണ്ടി ഒന്നുകൂടി വായിച്ചു കേൾപ്പിക്കാം പ്രേക്ഷകർക്ക് വേണ്ടി. ഇന്നലത്തെ ജഡ്ജ്മെന്റിൽ, ഓർഡറിൽ കോടതി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ദേവസ്വം കമ്മീഷണർ ബൈ കമ്മ്യൂണിക്കേഷൻ ഡേറ്റഡ് 6/3/2019 recommended to the Travancore Devaswam Board that the gold-clad copper plates be handed over to Mr. Potti. However, in that communication, the items were described merely as copper plates. Contrary to the executive officer's description of gold-clad copper plates, on the basis of the commissioner's request, the board, അതായത് ദേവസ്വം ബോർഡ്, by decision dated 23/2019, approved the handing over the gold-clad copper plates covering the door frames to Sri Unnikrishnan Potti. We also note that the board decision, the door frames are referred to as copper plates. This discrepancy is a matter of serious gravity. ഇത് ഹൈക്കോടതിയാണ് പറഞ്ഞത്. ഹൈക്കോടതിക്ക് നല്ല ബോധ്യമുണ്ട് അത് സ്വർണ്ണപ്പാളിയിൽ പൊതിഞ്ഞ വാതിലാണെന്നും അത് തെറ്റായി രേഖപ്പെടുത്തിയത് ആരൊക്കെയാണ്? ദേവസ്വം കമ്മീഷണർ. എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കത്ത് മറികടന്ന് ദേവസ്വം കമ്മീഷണർ തെറ്റായി രേഖപ്പെടുത്തി. ദേവസ്വം ബോർഡ് അവരുടെ ഡിസിഷനിൽ, തീരുമാനത്തിൽ അത് ചെമ്പുപാളി എന്ന് എഴുതി വെച്ചത് സീരിയസ് ഡിസ്ക്രിപ്പൻസി ആണെന്ന് ഹൈക്കോടതിയാണ് പറയുന്നത്. മറ്റെന്ത് പറഞ്ഞാലും എനിക്കിപ്പോൾ വിശ്വാസം ഹൈക്കോടതിയാണ്. കാരണം ഹൈക്കോടതി ആ മിനിറ്റ്സ് കണ്ടിട്ടാണ് ഈ ഉത്തരവിട്ടിട്ടുള്ളത്. അതുകൊണ്ട് ക്ഷമിക്കണം, മറ്റെന്ത് വാദവും
ഞാൻ സുധാകരനെ കൂടി സ്വീകരിക്കുന്നത്. വിശ്വസിക്കാം ജിംസെ, സുധാകരനെ കൂടി വിശ്വസിക്കാം. ശരി. കൊള്ളയിൽ നമ്പർ 1 പറഞ്ഞ സുധാകരനെ കൂടി വിശ്വസിക്കും. ശരി, ഞാൻ നന്ദി ഷാനിബ്, രാജു പി നായർ, NP ചേക്കുട്ടി, ശരി ഇത്രയും സംസാരിച്ചിട്ടുണ്ട്.